അന്നാണ് അങ്ങനെയാണ് എൻ്റെ സിനിമയിലേക്കുള്ള എൻട്രി. അത് കഥ എന്നുള്ള നിലയ്ക്കാണ്. അതിനകത്ത് ഞാനൊരു പ്രധാന വേഷം അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്, മുഖമുദ്ര. തിലകൻ ചേട്ടൻ കള്ളനും പോലീസായിട്ട് അഭിനയിച്ച ഭയങ്കര ഹിറ്റായിട്ടുള്ള സിനിമയാണ്. അങ്ങനെയാണ് സിനിമയിലേക്കുള്ള എൻട്രി. അതായത് എൻ്റെ ഒരു നാടകം സിനിമയാക്കിക്കൊണ്ടാണ് ഞാൻ സിനിമാ ഫീൽഡിലേക്ക് എൻട്രി ചെയ്യുന്നത്. ചിലർ ഒരു അപ്രതീക്ഷിതമായിട്ട് കലാരംഗത്തേക്ക് വരുന്നത് പോലെയല്ല എൻ്റെ ജീവിതം. എൻ്റെ ഫാദറും മദറും നാടക രംഗത്ത് പ്രവർത്തിച്ചിരുന്ന നാടക നടനും സംവിധായകനുമായിരുന്നു. അമ്മ നാടക നടിയായിരുന്നു. അപ്പോൾ അവരിലൂടെയാണ് ഞങ്ങൾ 5 ആൺമക്കൾ വരുന്നത്. അപ്പോൾ ഞങ്ങളുടെ പിതാവ് പറഞ്ഞത് ഒരു കലാകാരനായി ജീവിച്ച് കലാകാരനായി മരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ എനിക്കത് പറ്റിയില്ല. അതുകൊണ്ട് എൻ്റെ 5 മക്കളും കലാകാരന്മാരായി ജീവിച്ച് കലാകാരന്മാരായി മരിക്കണം എന്ന് ആഗ്രഹിച്ചൊരു പിതാവായിരുന്നു ഞങ്ങളുടെ. അതിനുശേഷം 15ഓളം സിനിമകൾക്ക് തിരക്കഥ എഴുതി. തമ്പി കണ്ണന്താനം നിർമ്മിച്ച് സംവിധാനം ചെയ്ത ചുക്കാൻ, മോഹൻലാൽ അഭിനയിച്ച മാന്ത്രികം, അർജുനൻ പിള്ളയും 5 മക്കളും, കാഞ്ചനം, ലാളനം, വിജിത്തമ്പി ഡയറക്റ്റ് ചെയ്ത സുരേഷ് ഗോപി പടം, ബെഡാ ദോസ്ത് എന്നൊക്കെ പറഞ്ഞ എല്ലാ ജോണറിലും പെട്ട കോമഡി, ഡ്രാമ, ഹൊറർ, ആക്ഷൻ എന്നൊക്കെ പറയുന്ന എല്ലാ ജോണറിലും പെട്ട സിനിമകൾ എനിക്ക് എഴുതാൻ പറ്റിയിട്ടുണ്ട്. മലയാള ഫിലിം ഇൻഡസ്ട്രിയിലും സീരിയൽ രംഗത്തും അതേപോലെ തന്നെ നാടകത്തിലും ഒരുപാട് കോൺട്രിബ്യൂഷൻ തന്നിട്ടുള്ള ബാബു പള്ളാശ്ശേരി സാറാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്. സാർ, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. സുഖമായിരിക്കുന്നു. ഏകദേശം 35 വർഷം മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ സ്ക്രിപ്റ്റ് റൈറ്ററായിട്ട് വരും. അതെ. അതുപോലെ തന്നെ സീരിയൽ രംഗത്ത് 25 വർഷം. ഏതാണ്ട് 20 കൂടുതലായി. അതിൽ നാടകം അല്ല, സ്ക്രിപ്റ്റ് റൈറ്റിംഗ്, ആക്ടർ ഒക്കെ ചെയ്തിട്ടുണ്ട്, ഡയറക്ഷൻ. അതെ. നാടകരംഗത്ത് 45 വർഷം ഉണ്ടായിട്ടുണ്ട്. 47 വർഷത്തെ എൻ്റെ നാടക ജീവിതത്തെ വിലയിരുത്തിക്കൊണ്ട്, അതായത് നടൻ, നാടകകൃത്ത്, സംവിധായകൻ എന്ന നിലയിൽ കേരള സംഗീത നാടക അക്കാദമി 2021 സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം തന്ന് ആദരിച്ചിട്ടുണ്ട്. 47 ഇയേഴ്സ് ഓഫ് ഡ്രാമ ലൈഫ്. സാർ, അപ്പം നാടകത്തിൽ നിന്നായിരുന്നു തുടക്കം? അതെ. അപ്പോൾ ഈ ഇത്രയും ഒരു സത്യം പറഞ്ഞാൽ ഇത്രയും വലിയൊരു എക്സ്പീരിയൻസ്, അത് വലിയൊരു കാര്യമാണ്. ഈ 35 വർഷം സിനിമയും സീരിയലും നാടകവും 47 വർഷത്തെ ഈ നാടക എക്സ്പീരിയൻസ് ഇതൊക്കെ സാർ ഇപ്പോൾ എങ്ങനെയാണ് അത് കാണുന്നത്? അതായത് ചിലർ ഒരു അപ്രതീക്ഷിതമായിട്ട് കലാരംഗത്തേക്ക് വരുന്നത് പോലെയല്ല എൻ്റെ ജീവിതം. എൻ്റെ ഫാദറും മദറും നാടക രംഗത്ത് പ്രവർത്തിച്ചിരുന്ന നാടക നടനും സംവിധായകനുമായിരുന്നു. അമ്മ നാടക നടിയായിരുന്നു. അപ്പോൾ അവരിലൂടെയാണ് ഞങ്ങൾ 5 ആൺമക്കൾ വരുന്നത്. അപ്പോൾ ഞങ്ങളുടെ പിതാവ് പറഞ്ഞത് ഒരു കലാകാരനായി ജീവിച്ച് കലാകാരനായി മരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ എനിക്കത് പറ്റിയില്ല. അതുകൊണ്ട് എൻ്റെ 5 മക്കളും കലാകാരന്മാരായി ജീവിച്ച് കലാകാരന്മാരായി മരിക്കണം എന്ന് ആഗ്രഹിച്ചൊരു പിതാവായിരുന്നു ഞങ്ങളുടെ. അതുകൊണ്ട് ആദ്യം മ്യൂസിക് രംഗത്തായിരുന്നു. ഞാൻ റിതം ഇൻസ്ട്രുമെൻ്റ് എല്ലാം വായിക്കും. മൃദംഗം, തബല, ട്രിപ്പിൾ ഡ്രം, അങ്ങനെയായിരുന്നു. അതെ. അപ്പോൾ എൻ്റെ തൊട്ട് മൂത്ത ബ്രദർ മ്യൂസിക് ഡയറക്ടറാണ്. അതിന് മൂത്ത ബ്രദർ തിരക്കഥാകൃത്താണ്. അറിയും 47ഓളം സിനിമകൾക്ക് തിരക്കഥ എഴുതിയ ജയപള്ളാശ്ശേരി. വാസ്തുലക്ഷ്മി, ഞാനും, കരുമാടിക്കുട്ടൻ, സാന്ത്വനം തുടങ്ങിയുള്ള 47ഓളം പടങ്ങൾ. അപ്പോൾ ഞാൻ 3ാമത്തെ മകനാണ്. അപ്പോൾ ഞങ്ങൾ ബേസിക്കായിട്ട് ഞങ്ങളുടെ ഫാമിലിയിൽ ഡിസ്കഷൻ എല്ലാം നാടകവും സംഗീതവും സിനിമയും ഒക്കെയാണ്. അങ്ങനെ നാടകരംഗത്ത് വർക്ക് ചെയ്തു. നമ്മളെ വിട്ടുപോയ NF വർഗീസ് ചേട്ടനൊക്കെ ഒരുമിച്ചായിരുന്നു ഞങ്ങൾ നാടകം ചെയ്തുകൊണ്ടിരുന്നത്. ആലുവയിൽ ആലുവ മൈത്രി കലാകേന്ദ്രം എന്ന് പറഞ്ഞൊരു പ്രൊഫഷണൽ നാടകം, അത് സേവർ പുൽപ്പാട്ട് എന്ന അദ്ദേഹമാണ് എഴുതി സംവിധാനം ചെയ്തത്. എൻ്റെ സഹോദരൻ NF വർഗീസ്, ഇവരെല്ലാം ചേർന്ന് അവിടെ ബാലനടനായി. ഞാൻ പ്രൊഫഷണൽ നാടകരംഗത്തേക്ക് തന്നെയാണ് ആദ്യമായിട്ട് വരുന്നത്. പിന്നീട് ഞങ്ങൾ സ്വന്തം നാടക സമിതി തുടങ്ങി, പ്രതീക്ഷ തിയേറ്റേഴ്സ്. അതൊരു വർഷം ഞാൻ എഴുതിയ അനന്തൻ പിള്ള അഥവാ അച്യുതൻ പിള്ള എന്ന് പറഞ്ഞൊരു നാടകം കേരളത്തിൽ 2000ഓളം വേദികളിൽ അവതരിപ്പിക്കപ്പെട്ടൊരു നാടകമാണ്. അതിൽ അനന്തൻ പിള്ളയെയും അച്യുതൻ പിള്ളയായിട്ട് അഭിനയിച്ചതും സംവിധാനം ചെയ്തതും ഞാൻ നേരത്തെ സൂചിപ്പിച്ച എൻ്റെ സഹോദരൻ ജയപള്ളാശ്ശേരിയാണ്. അത് നമ്മുടെ ഇപ്പോൾ തുടരുമൻ്റെയൊക്കെ നിർമ്മാതാവായിട്ടുള്ള M രഞ്ജിത്തേട്ടൻ അന്ന് വളരെ ചെറുപ്പക്കാരനാണ്, 22-23 വയസ്സൊക്കെ ഉള്ള ഒരു ചെറുപ്പക്കാരനാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇത് സിനിമയാക്കണം എന്ന് ആഗ്രഹിച്ചു. അപ്പോൾ അലി അക്ബർ എന്ന് പറഞ്ഞ ഡയറക്ടർ വേറൊരു പ്രൊഡ്യൂസറായിട്ട് വന്നു. അങ്ങനെ അവർ തമ്മിൽ ചേർത്തിട്ട് അലി അക്ബർ സംവിധാനം ചെയ്ത് രഞ്ജിത്തേട്ടൻ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്ത് മുഖമുദ്ര എന്ന പേരിൽ തിലകൻ ഡബിൾ റോളിൽ അഭിനയിച്ചൊരു സിനിമയാണ് കള്ളനും പോലീസും. തിലകൻ ചേട്ടൻ ആകെ ഒരേ ഒരു സിനിമയിലെ ഇരട്ട വേഷങ്ങളിൽ വന്നിട്ടുള്ളൂ. അത് ഏത് വർഷമായിരുന്നു? അത് ഇപ്പോൾ പറഞ്ഞ പോലെ 35 വർഷം എന്ന് പറയുമ്പോൾ
അതിന്റെ പുറകിലേക്ക് 35 വർഷം ആ ഒരു പുറകിലേക്ക് കാലത്ത് നമുക്ക് ഡബിൾ പോവാം. റോൾ അല്ലേ? അതെ, അങ്ങനെയാണ് എൻ്റെ സിനിമയിലേക്കുള്ള എൻട്രി. അത് കഥ എന്നുള്ള നിലയ്ക്കാണ്. അതിനകത്ത് ഞാനൊരു പ്രധാന വേഷം അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്, മുഖമുദ്ര. തിലകൻ ചേട്ടൻ കള്ളനും പോലീസായിട്ട് അഭിനയിച്ച ഭയങ്കര ഹിറ്റായിട്ടുള്ള സിനിമയാണ്. അങ്ങനെയാണ് സിനിമയിലേക്കുള്ള എൻട്രി. അതായത് എൻ്റെ ഒരു നാടകം സിനിമയാക്കിക്കൊണ്ടാണ് ഞാൻ സിനിമാ ഫീൽഡിലേക്ക് എൻട്രി ചെയ്യുന്നത്. ഇപ്പോൾ അതിനുശേഷം 15ഓളം സിനിമകൾക്ക് തിരക്കഥ എഴുതി. തമ്പി കണ്ണന്താനം നിർമ്മിച്ച് സംവിധാനം ചെയ്ത ചുക്കാൻ, മോഹൻലാൽ അഭിനയിച്ച മാന്ത്രികം, അർജുനൻ പിള്ളയും മഞ്ജുമക്കളും, കാഞ്ചനം, ലാളനം, വിജിത്തമ്പി ഡയറക്റ്റ് ചെയ്ത സുരേഷ് ഗോപി പടം ബെഡാ ദോസ്ത് എന്നൊക്കെ പറഞ്ഞ എല്ലാ ജോണറിലും പെട്ട കോമഡി, ഡ്രാമ, ഹൊറർ, ആക്ഷൻ എന്നൊക്കെ പറയുന്ന എല്ലാ ജോണറിലും പെട്ട സിനിമകൾ എനിക്ക് എഴുതാൻ പറ്റിയിട്ടുണ്ട്. അത് എഴുതിക്കൊണ്ടിരുന്നപ്പോഴാണ് പിന്നെ അപ്പോഴേക്കും മിനി സ്ക്രീൻ വളരെ സജീവമായി. പിന്നെ മിനി സ്ക്രീനിലേക്ക് വന്നു. സിനിമയും മിനി സ്ക്രീനും ഒരേ സമയത്ത്. മിമിക്രിക്കാരൊക്കെ പറയുന്ന പോലെ ഒരേ സമയത്ത് ഞാൻ 5 മെഗാ സീരിയൽ ഒരുമിച്ച് എഴുതിയ ഒരാളാണ്. അതായത് ഏഷ്യാനെറ്റ്, സൂര്യ, കൈരളി, ദൂരദർശൻ ഇവിടെയൊക്കെ ഒരേ സമയത്ത് ടെലികാസ്റ്റ് ചെയ്യുന്ന 5 സീരിയൽ, അതും 5 സൂപ്പർ ഹിറ്റ് സീരിയൽ ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പം നാടകവും ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജീവിതം തന്നെ നാടകം, അല്ലെങ്കിൽ ജീവിതം തന്നെ സിനിമ, നാടകം തന്നെ ജീവിതം എന്ന് പറയുന്ന പോലെ ജീവിതത്തെ എൻ്റെ കലാജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റില്ല. അപ്പോൾ അത് ഇതിൻ്റെ ഭാഗമാണ്. എൻ്റെ ജീവിത പങ്കാളി എന്ന് പറയുന്ന ആളും സ്റ്റേജ് ആർട്ടിസ്റ്റായിരുന്നു. അപ്പോൾ എൻ്റെ 2 മക്കളും സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ്. സഹോദരന്മാരെല്ലാവരും, എൻ്റെ ഏറ്റവും ഇളയ ബ്രദറാണ് സെന്നൻ പള്ളാശ്ശേരി. അതായത് പറങ്കിമല റീമേക്ക് ചെയ്തു, അപ്പുറം ബംഗാൾ ഇപ്പുറം തിരുവിതാംകൂർ എന്ന് പറഞ്ഞ പടമൊക്കെ സ്ക്രിപ്റ്റ് എഴുതി ഡയറക്റ്റ് ചെയ്ത് ഏറ്റവും ഇളയ ബ്രദറാണ്. അപ്പോൾ ഫാദറും മദറും ആഗ്രഹിച്ച പോലെ 5 പേരും കല കൊണ്ട് തന്നെയാണ് ജീവിച്ചു പോകുന്നത്. അപ്പോൾ ഈ കലാജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അത് എൻ്റെ ജീവിതം തന്നെയാണ്. അതിനെ നമുക്ക് തൊഴിലെന്നോ പറഞ്ഞ് മാറ്റി നിർത്താൻ പറ്റില്ല. അതിൽ തന്നെ ജീവിക്കുകയും അതിൽ തന്നെ ജീവിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. സാറ് പറഞ്ഞല്ലോ മാന്ത്രികം സിനിമ. ശരിക്കും പറഞ്ഞാൽ സാർ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ സാറിൻ്റെ ഫിലിം ജോണേഴ്സിൻ്റെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഇപ്പം മാന്ത്രികം എന്ന് പറയുന്ന സിനിമയിൽ ഏകദേശം എല്ലാം ഉണ്ട്. കോമഡിയും ആക്ഷനും നല്ല ടച്ച് ചെയ്യുന്ന കുറേ സീൻസും അങ്ങനെ എല്ലാം ഉണ്ട്. ആ കാലഘട്ടത്തിൽ ഇപ്പം ഞാനൊക്കെ ചെറുതായിരിക്കും, എനിക്ക് തോന്നുന്നു എനിക്ക് 6-7 വയസ്സായിട്ടുള്ളപ്പോഴാണ് തോന്നുന്നു ആ സിനിമ ഒക്കെ ഇറങ്ങിയത്. പണ്ടത്തെ VCP ഇട്ടിട്ട് ഞാൻ ആ സിനിമ കണ്ടത്. അപ്പോൾ ഇറങ്ങിയ സിനിമകളിൽ വെച്ചിട്ട് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള, സത്യം പറഞ്ഞാൽ ഇപ്പോൾ അത് ഇറക്കുകയാണെങ്കിൽ അതൊരു ഹോളിവുഡ് റേഞ്ചിൽ നിൽക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരുന്നു. ആ ടൈമിൽ സാറിന് അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് എഴുതാനുള്ള ഒരു ഐഡിയ സാറിന് എങ്ങനെയാണ് കിട്ടിയത്? അതിനു മുൻപ് ചുക്കാൻ എന്ന് പറഞ്ഞിട്ട്, അതാണ് ഞാൻ ഇൻഡിപെൻഡൻറ്റ് സ്ക്രീൻ പ്ലേ എഴുതിയ പടം. അത് നമ്മളെ വിട്ടുപോയ മോഹൻലാൽ എന്ന് പറഞ്ഞ ആക്ടറെ സൂപ്പർ സ്റ്റാർ ആക്കിയ രാജാവിൻ്റെ മകൻ്റെ ശില്പിയായിട്ടുള്ള തമ്പി കണ്ണന്താനം, രാജാവിൻ്റെ മകൻ, വഴിയോര കാഴ്ചകൾ, ഭൂമിയിലെ രാജാക്കന്മാർ, നാടോടി, ഇന്ദ്രജാലം എന്നൊക്കെ ഒന്നാമൻ എന്ന് പറഞ്ഞ പടങ്ങളൊക്കെ അദ്ദേഹം മോഹൻലാലിനെ വെച്ച്, മോഹൻലാലും തമ്പി കണ്ണന്താനം ഭയങ്കര ഒരു സുഹൃത്തുക്കളുമാണ്. അപ്പോൾ അദ്ദേഹത്തിന് ചുക്കാൻ എന്ന് പറഞ്ഞാൽ ശരിക്കും സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞപ്പോൾ മോഹൻലാലിന് വേണ്ടിയാണ് അത് എഴുതിയത്. ബട്ടർഫ്ലൈസ് എന്ന് പറഞ്ഞ രാജീവ് അഞ്ചലിൻ്റെ സിനിമ ബാംഗ്ലൂർ ഷൂട്ടിംഗ് നടക്കുമ്പോഴാണ് ഞാനും തമ്പി കണ്ണന്താനവും അന്നത്തെ കോണ്ടസ കാറിൽ ചെന്നൈയിൽ നിന്ന് ഞങ്ങൾ ബാംഗ്ലൂർ പോയി ലാലേട്ടനോട് കഥ പറയണത്. പക്ഷേ അന്ന് ലാലേട്ടൻ കുറേ പടങ്ങൾ കമ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിനകത്ത് ഇത് എപ്പോഴാണ് തമ്പി ചെയ്യണേ എന്ന് പറയുന്നൊരു, ഇത് വേറെ ആരെങ്കിലും വെച്ചൊന്ന് ആലോചിക്കുക, നമുക്ക് അടുത്തത് ചെയ്യാം. അങ്ങനെയാണ് സുരേഷ് ഗോപി അതിനകത്തേക്ക് എൻട്രി ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ചുക്കാൻ കഴിഞ്ഞതിന് ശേഷം നേരത്തെ ലാൽ സാർ പറഞ്ഞ പോലെ തന്നെ അടുത്ത പടം നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞ പോലെ അടുത്ത പടം മോഹൻലാലാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഒരു പടത്തിൻ്റെ റിലീസൊക്കെ തീരുമാനിക്കുന്നത് OTT ചാനലുകളാണ്. അത് റിലീസ് ചെയ്ത് 47-ാം ദിവസം OTTയിൽ വരണം. അപ്പോൾ ഞങ്ങൾ പറയാം എന്ന് റിലീസ് ചെയ്യണം, അങ്ങനെ ഒരു ഇതിലാണ്. അന്ന് അങ്ങനെയല്ല, നിർമ്മാതാവിന് തീരുമാനിക്കാം. അപ്പോൾ എന്നോട് പറയുന്നത് ലാലിനെ വെച്ച് വരുന്ന ഓണത്തിന് റിലീസ് ചെയ്യുന്ന മോഹൻലാൽ ഫാൻസിന് വേണ്ടിയുള്ള ഒരു സിനിമ നമ്മൾ ചെയ്യുന്നു, കഥ ആലോചിച്ചോളൂ എന്ന് പറയാണ്. അപ്പോൾ ഏതാണ്ട് 27 വർഷം മുമ്പുള്ള പടമാണത്. ആ 27 വർഷം മുമ്പ് അതൊരു 3 കോടിയുടെ സിനിമയാണ് ആ ടൈമിൽ. 3 കോടി. കാരണം വെച്ചാൽ ഫുൾ സ്റ്റുഡിയോയുടെ അകത്ത് സെറ്റ് ചെയ്യുക. അതായത് MGR ഫിലിം സിറ്റി, അപ്പച്ച സാറിൻ്റെ കിഷ്കിന്ത, അതിനകത്താണ് മറ്റേ മോഹിക്കും നീൾമിഴിയോടെ എന്നുള്ള പാട്ടൊക്കെ ഷൂട്ട് ചെയ്ത്. അന്ന് കിഷ്കിന്ത ഓപ്പൺ ചെയ്തിട്ടില്ല. പക്ഷെ ലാൽ സാറാണ് നായകൻ എന്ന് പറഞ്ഞപ്പോൾ അപ്പച്ച സാറ് അന്ന് ഷൂട്ട് ചെയ്തോ എന്ന് പറയുമായിരുന്നു. പിന്നീട് നമ്മുടെ ചിദംബരത്ത് പീച്ചാവാരം എന്ന് പറഞ്ഞ നമ്മുടെ തേക്കടി എന്നൊക്കെ പറയുന്ന പോലുള്ള ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിനകത്ത്
നമ്മുടെ വിഖ്യാതനായിട്ടുള്ള ഇപ്പോൾ ബാഹുബലി പോലെയൊക്കെയുള്ള വമ്പൻ പടങ്ങൾ പ്രൊജക്ട് ഡിസൈനറായിട്ടുള്ള ആർട്ട് ഡയറക്ടറായിട്ടുള്ള സാബു സിറിലാണ് മാന്ത്രികത്തിൻ്റെ ആർട്ട് ഡയറക്ടറായിട്ട്. അപ്പോൾ അദ്ദേഹം അവിടെ ആ പിച്ചാവാരത്തൊരു കപ്പൽ പോലത്തെ ഒരു സംഭവം സെറ്റ് ഇടുകയും അങ്ങനെ നമ്മൾ ഔട്ട്ഡോറിൽ അങ്ങനെ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. ആകെ ഉള്ളതൊരു തിയേറ്റർ സീനുണ്ട്, ലാൽ സാറിൻ്റെ ഇൻട്രൊഡക്ഷൻ, ആ സീൻ മാത്രമാണ് ഒരു പുറത്തെന്ന് പറയാനുള്ളത്. ബാക്കിയെല്ലാം സ്റ്റുഡിയോയുടെ അകത്ത് സെറ്റിട്ട് ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അന്ന് 3 കോടി രൂപ ആയിട്ടുണ്ട് എന്ന് പറയാൻ കാരണം. അപ്പോൾ അതുകൊണ്ട് സാധാരണഗതിയിൽ നമുക്കറിയാം സ്ക്രിപ്റ്റ് എഴുതും, അത് ഷൂട്ട് ചെയ്യും, ഒരു എഡിറ്റിംഗ് ടേബിളിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്ത് കുറേ കട്ടായി പോവും. ഇപ്പോൾ 5 മണിക്കൂറൊക്കെ ആയിപ്പോവും, ചിലത് പിന്നെ അത് കട്ട് ചെയ്ത് 2 മണിക്കൂറാകും, ഇങ്ങനെയൊക്കെ പറയുന്നൊരവസ്ഥയാണ്. അതെല്ലാം വേസ്റ്റ് ഓഫ് മണിയാണ്. ഇവിടെ അങ്ങനെ ഒരു നാണയം പോലും വേസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയില്ല. കാരണം നിർമ്മാതാവ് തന്നെയാണ് എൻ്റെ സംവിധായകൻ, അദ്ദേഹം തന്നെയാണ് എൻ്റെ വിതരണക്കാരൻ. അപ്പോൾ ഓരോ നാണയത്തിൻ്റെ പുറത്തും കൃത്യമായത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ 52 സീനാണ് മാന്ത്രികത്തിലുള്ളത്, 52 സീനാണ് ഷൂട്ട് ചെയ്തത്, 52 സീനും സ്ക്രീനിലുണ്ട്. ഒരു സീൻ പോലും അനാവശ്യമായി ഷൂട്ട് ചെയ്യോ അത് കട്ട് ചെയ്ത് കളയോ ഒന്നുമില്ല. കൃത്യമായി കമേഴ്സ്യലായിട്ട് പക്ക ഓരോ സീനിനോടും ചോദ്യങ്ങൾ ചോദിച്ച് സെറ്റ് ചെയ്ത ഒരു സിനിമയാണ്. അപ്പോൾ നമ്മളത് ചെയ്തപ്പോൾ ഇന്നിപ്പോൾ നമുക്കറിയാം OTT-യിൽ ഏത് ലാംഗ്വേജിലുള്ള സിനിമ ഇറങ്ങിയാലും നമുക്ക് ഇഷ്ടപ്പെട്ട ലാംഗ്വേജിലേക്ക് മാറ്റി കാണാം. അത് തമിഴും തെലുങ്കും കന്നഡയും എല്ലാം ഉണ്ടാവും, ഹിന്ദിയൊക്കെ ഉണ്ടാവും. അന്ന് ഡബ്ബിങ് എന്ന് പറയുന്ന സംഭവം നമ്മുടെ ഇവിടെ ഹിറ്റ് പടങ്ങളായി അത് തമിഴ് തെലുങ്കിലേക്കൊക്കെ ഡബ് ചെയ്യപ്പെടും. അപ്പോൾ അതുകൊണ്ട് ഒരു നേറ്റിവിറ്റി ഒരിക്കലും ഫീൽ ചെയ്തത് മലയാള പടമാണ് എന്ന് തോന്നാത്ത രീതിയിൽ, ഒരു ഇംഗ്ലീഷ് പടം എന്ന് തോന്നുന്ന രീതിയിൽ വേണം അതിൻ്റെ ക്യാരക്ടേഴ്സിൻ്റെ പേര്. അപ്പോൾ ആൽബി റോമിയോ ഹിറ്റ എന്നാണ് ലാൽ സാറിൻ്റെ ഡിസ്കൈസ് ചെയ്ത് വരുമ്പോൾ ഉള്ള പേര്. സ്റ്റീഫൻ റൊണാൾഡ് എന്നാണ് ശരിയായ മേജർ സ്റ്റീഫൻ റൊണാൾഡ്, അത് ശരിയായ പേര്. അപ്പോൾ ഓരോ പേരുകളും അങ്ങനെ ഒരു ഇംഗ്ലീഷ് ടച്ചുള്ള പേരുകൾ വെച്ചിട്ടാണ് നമ്മളത് ചെയ്തത്. അതുകൊണ്ട് ഇന്നും എനിക്ക് വളരെ സന്തോഷം തോന്നുന്നത്, ഞാനൊരു അധ്യാപകൻ, ഒരു തിരക്കഥ അധ്യാപകൻ അല്ലെങ്കിൽ ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മേധാവിയായിട്ടൊക്കെ നിൽക്കുമ്പോൾ പുതിയ തലമുറയിലുള്ള 18 വയസ്സും 20 വയസ്സുള്ള സ്റ്റുഡൻസ് ചേർന്നിട്ട് അവർ ചോദിക്കുന്നുണ്ട്, സാർ എന്തുകൊണ്ടാണ് അതിൻ്റെ ഒരു പാർട്ട് 2 മാന്ത്രികൻ 2 ചെയ്യാത്തത് എന്ന് ആലോചിക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്നത്, അപ്പോൾ ഇത്ര വർഷങ്ങൾക്ക് ശേഷവും ആ സിനിമ രസകരമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് എന്ന് പറയുമ്പോൾ അത് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ അത് അതേപോലൊരു നിർമ്മാതാവും അതുപോലൊരു സംവിധായകനും, സാബു സാറിനെ പോലുള്ള ഒരു ആർട്ട് ഡയറക്ടറും, സാലു ജോർജിനെ പോലുള്ള ക്യാമറമാൻ, സൂപ്പർ സുബ്ബരായനെ പോലെ ഒരു ആക്ഷൻ ഡയറക്ടർ ഒക്കെ നമ്മുടെ കൂടെ, ശ്രീകർ പ്രസാദിനെ പോലുള്ളൊരു എഡിറ്റർ, ഇത്രയും ബെസ്റ്റ് ടെക്നീഷ്യൻസ് കൂടെ നിന്നുകൊണ്ട് കൂടിയാണ് അത്തരത്തിലൊരു സിനിമ. ഇന്നിപ്പോൾ അങ്ങനെ ഒരു സിനിമ ചെയ്യണമെങ്കിൽ മിനിമം ഒരു 30 കോടി എങ്കിലും വേണ്ടി വരും. അതാണ് അന്ന് 3 കോടിക്ക് ചെയ്തത്. പണ്ടത്തെ ഫിലിം മേക്കിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളിപ്പം ഒരു സാധനം ഇപ്പം നമ്മൾ സ്ക്രിപ്റ്റിലുള്ളത് നമ്മൾ ആദ്യം പ്രീ പ്രൊഡക്ഷൻ വർക്ക് നല്ല രീതിയിൽ ചെയ്യും. നല്ല രീതിയിൽ പ്രീ പ്രൊഡക്ഷൻ വർക്ക് പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണല്ലോ പ്രൊഡക്ഷനിൽ നമ്മൾ മാക്സിമം എഫേർട്ട് ഇടുക. ഇപ്പോൾ പ്രൊഡക്ഷനിൽ എടുക്കുമ്പോൾ നമ്മൾ പിന്നെ കുറച്ചും കൂടെ ഫ്ലെക്സിബിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ലിമിറ്റേഷൻസ് നമുക്ക് ഉണ്ടായിരുന്നല്ലോ. ഇപ്പം നമ്മളിപ്പോൾ ഒരു ഷോട്ട് എടുത്ത് നമുക്ക് എത്ര വേണമെങ്കിലും ഓക്കെ ഷോട്ട് എടുക്കാം, ഇപ്പോൾ കട്ട് പോവാം, പിന്നെ ഫുട്ടേജ് ഡിലീറ്റ് ചെയ്യാം, അങ്ങനെ കുറച്ചും കൂടെ ഫ്ലെക്സിബിളാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം എന്നെ പോലത്തെ ഇപ്പോൾ ഈ വരുന്ന ജനറേഷൻ പിള്ളേർക്കൊക്കെ ഈ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് കടക്കണമെങ്കിൽ കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണോ അതോ എളുപ്പമാണോ? ഇപ്പോൾ കുറച്ചും കൂടി നമ്മുടെ ആ ഏരിയ ഭയങ്കരമായിട്ട് വലുതായിട്ടുണ്ട്. കാരണം മുൻപ് സിനിമ എന്ന് പറയുന്നത് ഇൻഡോറിനകത്തുള്ള കളികളായിരുന്നു, സ്റ്റുഡിയോയുടെ അകത്താണ്. ആർട്ടിസ്റ്റുകളെ കാണാനോ ടെക്നീഷ്യൻസിനെ കാണാനോ ഒന്നും പറ്റില്ല. PN മേനോൻ ഓളവും തീരവും എന്ന് പറഞ്ഞ സിനിമ, അതിലൂടെയാണ് അദ്ദേഹം സിനിമ സെറ്റിനകത്ത് നിന്ന് സിനിമയെ നാച്ചുറലായിട്ടുള്ള പുറം കാഴ്ചകളിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. PN മേനോൻ എന്ന് പറഞ്ഞ സംവിധായകനാണ്. MT വാസുദേവൻ നായരുടെ സ്ക്രിപ്റ്റ്. ഈ അടുത്തിടെ പ്രിയൻ സാർ അത് മോഹൻലാലിനെ വെച്ച് റീക്രിയേറ്റ് ചെയ്തിരുന്നു. മനോരഥങ്ങൾ എന്ന് പറഞ്ഞ MT സാറിന് വേണ്ടിയുള്ളൊരു ഡെഡിക്കേഷനായിട്ട് നെറ്റ്ഫ്ലിക്സിൽ വന്ന ഒരു സീരീസാണ്. അതിനകത്ത് ആ സിനിമ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് സിനിമ സ്റ്റുഡിയോയുടെ അകത്ത് മാത്രമായിരുന്നു. മറ്റൊന്ന് ഫിലിം എന്ന് പറയുന്ന ഒരു വളരെ, അന്ന് നമ്മൾ സാധാരണ പറയുന്നൊരു വാക്കാണ്, ഈ നടന്മാരൊക്കെ വന്നിട്ട് പറയും എൻ്റെ ഫസ്റ്റ് ടേക്ക് ഓക്കെ ആയിട്ടോ എന്ന് പറയുന്നത് നമുക്ക് കേട്ടിട്ടുണ്ട്. കാരണം ഒരു ഫസ്റ്റ് ടേക്ക്, സെക്കൻഡ് ടേക്ക്, തേർഡ് ടേക്കിലേക്ക് പോയാൽ പ്രൊഡ്യൂസർ അപ്പോൾ അവിടെ ഒന്ന് നോക്കും, ഏതവനാണ് ഈ ഫിലിം തിന്നുക എന്നാണ് പറയുന്നത്. അത് നമ്മളൊക്കെ അന്ന് ഓല എന്നാണ് പറയുന്നത്. ഓല ഒരുപാട് തിന്നുന്നുണ്ടല്ലോ ഇവൻ. കാരണം ഒരു സിനിമയ്ക്ക് മാക്സിമം കിട്ടാവുന്ന ഫുട്ടേജ്, ആ റോ സ്റ്റോക്കിനൊരു കണക്കുണ്ട്. അതിനപ്പുറത്തേക്ക് പോയാൽ സംഗതി പ്രശ്നമാവും.
അപ്പോൾ അതിനകത്ത് സിനിമ തീർക്കേണ്ടതും എന്നുള്ളത് സംവിധായകൻ്റെ ഉത്തരവാദിത്വം കൂടിയാണ്. ഒരുപാട് അങ്ങനെ എടുത്ത് ഷൂട്ട് ചെയ്യും കൂട്ടാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ഒരു 3 ടേക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ നടൻ ടെൻഷനാവും. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ഫസ്റ്റ് ടേക്ക് ഓക്കെ ആർട്ടിസ്റ്റാണ് എന്നുള്ളത് ഇപ്പം അത് മാറി. ഇപ്പം നമ്മൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് ഏതൊരു പടത്തിൽ ഫഹദ് ഫാസിൽ 50 ടേക്ക് എടുത്തു എന്നിട്ട് നോക്കിയിട്ട് പറഞ്ഞു നമുക്ക് നാളെ ഒന്നും കൂടി എടുക്കാം എന്ന് പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ ഇൻ്റർവ്യൂസിൽ പറയുന്ന നമുക്ക് കേൾക്കുന്നുണ്ട്. അന്നൊന്നും അത് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇതിപ്പോൾ ഈ പറഞ്ഞ പോലെ ഡിജിറ്റലായി കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചത് ഇത് ഭയങ്കര രസമായിരിക്കും, സിനിമ ഭയങ്കര ഗംഭീരമാവും എന്നുള്ള. മേക്കിങ്ങിലും അതിൻ്റെ ക്വാളിറ്റിയിലൊക്കെ നന്നായിട്ടുണ്ടെങ്കിലും ഈ അലസത എന്ന് പറയുന്നതും അത് മാത്രമല്ല, വടക്കൻ വീരഗാഥ പോലെയുള്ള ക്ലാസിക് ആയിട്ടുള്ള സിനിമ എന്തോ 42 ദിവസമോ 35 ദിവസം കൊണ്ടാണ് ഷൂട്ട് ചെയ്തിരിക്കണേ. ഇന്ന് എടുത്തു നോക്കിക്കോളൂ, എല്ലാ സിനിമകളും മിനിമം ഷൂട്ട് ഡേറ്റ് 100 ദിവസമാണ്. മിക്ക സിനിമകളും 100 ദിവസം ഷൂട്ട് ചെയ്തെന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ വർത്തമാനകാലത്ത് ഞാൻ അറിഞ്ഞത്, പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് പറഞ്ഞത് ഡെയിലി എക്സ്പെൻസ് എന്ന് പറയുന്നത് 6 ലക്ഷം രൂപയാണ്. അതായത് ഭക്ഷണം, പെട്രോൾ, ഡീസൽ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വെച്ച് 6 ലക്ഷം രൂപ ഒരു സിനിമ ലൊക്കേഷനിൽ വേണം. അപ്പോൾ അതൊരു 100 ദിവസം ഷൂട്ട് ചെയ്യുമ്പോൾ എത്ര രൂപയായി ഡെയിലി എക്സ്പെൻസ് മാത്രം. ആർട്ടിസ്റ്റ് റെമ്യൂണറേഷനോ ടെക്നീഷ്യൻ റെമ്യൂണറേഷനോ കൂട്ടാതെയാണ് ഈ പറയണത്. അത് സുരാജ് വഞ്ഞാറമൂടിൻ്റെ പടമാണെങ്കിലും ലാൽ സാറിൻ്റെ പടമാണെങ്കിലും ഈ 6 ലക്ഷം രൂപ എന്നുള്ളത് ഫിക്സഡാണ്. കാരണം ഇവിടെ യൂണിയൻ ഉണ്ട്. ആ വണ്ടി ഓടണമെങ്കിൽ ഇത്ര കാശാവണം, ആ ഇന്ന ടെക്നീഷ്യന് ഇത്ര കാശ് കൊടുക്കണം, ഡെയിലി അവരുടെ ബാറ്റ് ഇത്രയാണ്, അതൊക്കെ ഫിക്സഡാണ്. അത് വലിയ പടമാണ് ചെറിയ പടം എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അലസത കൂടി. ഞാൻ ഇന്നാൾ മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇങ്ങനെ അക്കാഡമിക് ഹെഡായിട്ടിരിക്കുമ്പോൾ ഈ ഡബ്ബിങ്ങിനെ കുറിച്ചുള്ളൊരു ക്ലാസ് എടുക്കാൻ വേണ്ടി നമ്മുടെ എറണാകുളത്തെ പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്റ്റുഡിയോ എന്ന് അദ്ദേഹത്തിൻ്റെ റെക്കോർഡിസ്റ്റിനെ ഞാൻ വിളിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഡബ്ബിങ് ചാർട്ട് അതെങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ ഒന്നും സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അദ്ദേഹം പറയണത് സാറേ അത് ഡബ്ബിങ് ചാർട്ടൊന്നും ഇല്ല. നമ്മൾ ഡബ്ബിങ് ചാർട്ടൊന്നും നിങ്ങൾ എഴുതാറില്ലേ? ഇല്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഒരു ആർട്ടിസ്റ്റ് വരുമ്പോൾ ഇന്ന സീനുകളുണ്ട്, അതൊക്കെ ഇത്ര വോയിസ് ഓവർ ഉണ്ട് എന്നൊക്കെ എങ്ങനെയാണ് അത് മാത്രം നമ്മൾ എടുത്ത് അദ്ദേഹത്തിന് ഡബ് ചെയ്ത് വിടുന്നത് എങ്ങനെയാണ് ഈ ചാർട്ട് തയ്യാറാക്കാതെ? മുമ്പെന്ന് വെച്ചാൽ ഒരു ആർട്ടിസ്റ്റ് അതുൽ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് വരുന്നുണ്ട്. അതുലിന് 7 സീനാണുള്ളത്. അദ്ദേഹം പ്രസൻസ് ഉള്ളത് 7 സീനാണ്. 3 സീനിൽ അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ കട്ടിൻ്റെ വോയിസ് ഓവർ ഉണ്ട്. അപ്പോൾ ഈ ഇത് മൂന്നും നമുക്ക് ഡബ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞാൽ അത് എടുത്ത് വയ്ക്കുകയാണ്. ഇതിപ്പോൾ ഡിജിറ്റലായി കഴിഞ്ഞപ്പോൾ അസിസ്റ്റൻ്റ് ഡയറക്ടർ അതൊന്നും എടുക്കുന്നേ എന്ന് പറഞ്ഞിട്ട് ഈ റെക്കോർഡിസ്റ്റിൻ്റെ ഉത്തരവാദിത്തമായിട്ട് ഇത് മാറി സാറേ എന്ന് അയാൾ ഇങ്ങനെ വളരെ വിഷമത്തോടു കൂടി പറയുന്നുണ്ട്. അപ്പോൾ അത് ഇത്തിരി ഉഴപ്പ് കൂടിയോ നമുക്കിങ്ങനെ എടുത്തിട്ട് പിന്നെ അത് ഡിലീറ്റ് ചെയ്തിട്ട് പിന്നെ ഷൂട്ട് ചെയ്യാലോ എന്ന് പറയുന്ന അത് സൗകര്യത്തെക്കാൾ അത് ബുദ്ധിമുട്ടായി വന്നു എന്നാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അന്ന് കുറച്ചും കൂടി ഇത്ര സമയത്തിനകത്ത് ഇപ്പോൾ പല സൂപ്പർ ഹിറ്റ് പടങ്ങൾ 20 ദിവസം 22 ദിവസം, അതുകൊണ്ടാണ് നസീർ സാറിനെ പോലുള്ളൊക്കെ ആളുകൾ 500 പടത്തിൽ അഭിനയിച്ചു എന്നൊക്കെ പറയുന്നത്. 10 മണി മുതൽ 12 മണി വരെ, അന്ന് ഈ കോൾ ഷീറ്റ് എന്നുള്ള സംഭവം ഉണ്ടല്ലോ, 10 മണി മുതൽ 12 മണി വരെ ഒരു സിനിമയിൽ, 2 മണി മുതൽ 4 മണി വരെ മറ്റൊരു സിനിമയിൽ, 6 മണി മുതൽ 8 മണി വരെ വേറെ സിനിമയിൽ, 8 മണി മുതൽ 10 മണി വരെ വേറെ സിനിമയിൽ അദ്ദേഹം ഒരു ദിവസമൊക്കെ 4-5 പടങ്ങളൊക്കെ അഭിനയിക്കുന്ന അവസ്ഥകളുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഈ ഡിജിറ്റലായി കഴിഞ്ഞപ്പോൾ അത് എളുപ്പമാകും എന്ന് കരുതിയെടുത്തുനിന്ന് വളരെ ബുദ്ധിമുട്ടായിട്ട് വന്നു. ഇപ്പോൾ കുറച്ചും കൂടി പുതിയ സംവിധായകർക്ക്, എഴുത്തുകാർക്ക്, നടന്മാർക്ക് കടന്നു വരാനുള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അത് സാധ്യതകൾ ഭയങ്കരമായിട്ട് കൂടി. കാരണം ഡിജിറ്റലൈസ് ചെയ്യപ്പെട്ടപ്പോൾ എല്ലാവരും ക്യാമറാമാന്മാരായി, എല്ലാവരുടെ കയ്യിലൊരു ക്യാമറയുണ്ട്. അപ്പോൾ അവന് വേണമെങ്കിൽ എനിക്ക് അഭിനയിക്കാൻ അറിയാമോ, എനിക്ക് എൻ്റെ ഫിഗർ എങ്ങനെയുണ്ട് എന്നറിയാം, ഞാൻ ഒരു കഥ പറയുന്നു, അത് പറഞ്ഞിട്ട് എങ്ങനെയുണ്ട് നോക്കാൻ അവൻ്റെ അച്ഛനെയും അമ്മയെയും ചേട്ടനെയും അനിയത്തിനെയൊക്കെ അഭിനയിച്ച് മൊബൈലിലാണെങ്കിൽ എഡിറ്റിങ്ങിൻ്റെ സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവനതൊന്ന് എഡിറ്റ് ചെയ്ത് നോക്കി അവൻ്റേതായ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്തിട്ട് അവൻ അതിനകത്ത് പോസ്റ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് കൊള്ളാമോ, അത് കുറേ ആളുകൾ കാണുന്നു. അപ്പോൾ മുമ്പൊക്കെ നമ്മൾ ചോദിക്കും നീ സിനിമയൊക്കെ എടുത്തോ, എന്നിട്ട് നീ ഇത് എവിടെ കൊണ്ടേ കാണിക്കും എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. തിയേറ്റർ അല്ലാതെ ഇത് കാണിക്കാൻ വേറൊരു സ്ഥലമില്ല. ഇന്ന് OTT പ്ലാറ്റ്ഫോമുകളുണ്ട്, അതുപോലെ തന്നെ യൂട്യൂബ് ഉണ്ട്. അങ്ങനെ ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ പുതിയ തലമുറയിലെ ആളുകൾക്ക് അവരുടെ സിനിമ കാണിക്കാൻ വേണ്ടി ഓപ്പണായി. ഓപ്പർച്യൂണിറ്റീസ് ഭയങ്കരമായിട്ട് കൂടി. അതുപോലെ അതും കഴിഞ്ഞ് ഇപ്പോൾ വന്ന് നിൽക്കുന്ന സ്ഥലം ഈ റീൽസ് എന്ന് പറയുന്ന സംഭവം. ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കുന്ന എല്ലാവരും റീൽസിൽ ഹിറ്റായ ആളുകളാണ് അത് അഭിനയിക്കുന്നത്. അപ്പോൾ ഉദാഹരണമായിട്ട്
ഈ വാഴ എന്ന് പറഞ്ഞൊരു പടം ഇവിടെ ചെറുപ്പക്കാർ ഭയങ്കരമായിട്ട് കണ്ടു. അപ്പോൾ അതിനകത്ത് ഒരു പയ്യനെ കാണിക്കുമ്പോഴേക്കും തിയേറ്ററിൽ മുഴുവൻ ഭയങ്കര കയ്യടിയാണ്. ഞാൻ തിയേറ്ററിലല്ല കണ്ടത്. അപ്പോൾ ഭയങ്കര കയ്യടിയാണ്. അപ്പോൾ ഞാൻ അതാരാ, അയ്യോ ഇവനറിയില്ലേ, ഇല്ല ഇവൻ ഭയങ്കര ഇതാണ്, അവൻ്റെ റീൽസൊക്കെ ഭയങ്കര ഹിറ്റാണ്, അതുകൊണ്ടാണ് പിള്ളേർ ഭയങ്കരമായിട്ട് കൈയടിച്ചത്. എനിക്ക് ഇയാളൊരു സിനിമയിലോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ റീൽസിലൂടെ അയാൾ വളരെ പ്രസിദ്ധനാണ്, മനസ്സിലായോ? അപ്പോൾ അത് ആളുകൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു. അപ്പോൾ അതുകൊണ്ട് റീൽസിലെ ആർട്ടിസ്റ്റുകളൊക്കെയാണ് ഇപ്പോൾ സിനിമയിൽ കൂടുതലായിട്ട് വരിക. അതുപോലെ മുമ്പ് തപസ്യുണ്ട്, ഒരു നാടകരംഗത്ത് വർക്ക് ചെയ്ത് അവിടെ നിന്ന് സിനിമയിലേക്ക് വന്ന് അഭിനയത്തെക്കുറിച്ച് ജീവിതത്തെക്കുറിച്ച് ഒരു കഥാപാത്രത്തെ മനസ്സിലാക്കി. ഇപ്പം അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ടാണ് പല സിനിമകളും വരുന്നു കുമിള പോലെ പൊട്ടിപ്പോകാനുള്ളൊരു കാരണം. അതിന് നമുക്ക് ഉദാഹരണമായിട്ട് നോക്കാം. ഇപ്പം മലയാള സിനിമയുടെ ഒരു 10-35 ഒരു 50 വർഷത്തെ ചരിത്രം എടുത്തോളൂ. ഇതിൻ്റെ കഥാപാത്രങ്ങളെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കാണാൻ ആഗ്രഹിക്കുന്ന കഥാപാത്രങ്ങൾ ഏതൊക്കെയാണെന്ന് ഈ കോമഡി ഉത്സവങ്ങൾ നടക്കൂലേ, അപ്പോൾ സ്കിറ്റുകൾ ഉണ്ടാവും. എടുത്തു നോക്കിയോളൂ, ഇന്നും സ്കിറ്റുകൾ മണിച്ചിത്രത്താഴ, തോം 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 എന്നുള്ള സംഭവം, ഗംഗേ എന്ന് പറയുന്ന സാധനം, അങ്ങനെ അതുപോലെ തന്നെ സേതുമാധവനോ മംഗലശ്ശേരി നീലകണ്ഠനോ ഒക്കെയാണ് വരുന്നത്. അല്ലാതെ ഇതിനിടയിൽ ഇപ്പോൾ മോഹൻലാൽ സാറ് നീരാളി എന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിച്ചു. അതിലെ കഥാപാത്രത്തിൻ്റെ പേരെന്താണ് എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരുന്നില്ല. അപ്പോൾ ഈ മാസ്റ്റേഴ്സ് ചെയ്തു വെച്ച സിനിമകളാണ് ആളുകളുടെ മനസ്സിൽ ഇന്നും നിൽക്കുന്നത്. പാട്ടുകൾ പറയുന്ന പോലെ ദേവരാജ മാഷ് ബാബുരാജിൻ്റെയൊക്കെ ആ പാട്ടുകൾ ഇന്നും നിലനിൽക്കുന്നു എന്ന് പറയണത്. അപ്പോൾ ഇവിടെ പുതിയ കാലത്തെ ചെറുപ്പക്കാർക്ക് കടന്നു വരാൻ ഭയങ്കര സാധ്യതകൾ കൂടി, ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട്. അതിലുപരി മുമ്പ് നമുക്ക് ആകെ ഉണ്ടായിരുന്നത് ഒരു പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്, ഒരു അടയാർ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇങ്ങനെയൊക്കെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ എറണാകുളത്ത് മാത്രമായിട്ട് നിരവധി ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. പക്ഷേ അത് അവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന പല കുട്ടികൾ വീണ്ടും എൻ്റെ അടുത്ത് വരാറ്, ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചാണ് സാറേ, പക്ഷേ നമ്മൾ ഓരോ ചോദ്യം ചോദിക്കുമ്പോൾ അവനൊന്നും അറിയില്ല. പക്ഷേ ഇപ്പോൾ അൽക്കോർ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, ഒരു മീഡിയ അക്കാഡമി തുടങ്ങുന്നുണ്ട്. ആ അക്കാഡമിക്കുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ എല്ലാ ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. ഇപ്പോൾ ഒരു ആക്ടർ വന്നാൽ ആ ആക്ടർക്ക് അയാളെ കണ്ട് അയാളുടെ കുറവുകളും ഇൻ ഫ്രണ്ട് ഓഫ് ക്യാമറയാണ് സിനിമയുടെ ആക്ടിങ് എന്ന് പറയുന്നത്, നാടകം പോലല്ലോ. അപ്പോൾ അതിനകത്ത് അഭിനയിക്കാനുള്ള സംഭവമുണ്ട്, പോഡ്കാസ്റ്റിംഗ് ആയിട്ടുള്ള സൗകര്യങ്ങളുണ്ട്. അവന് ഷൂട്ട് ചെയ്ത് അവനെ കറക്റ്റ് ചെയ്യാൻ അവന് തന്നെ പറ്റും. അതുപോലെ തന്നെ ഡയറക്ഷൻ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ക്യാമറ ഏറ്റവും അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ക്യാമറകൾ, ലെൻസുകൾ, ലൈറ്റ്സ് ഇതെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സിനിമോട്ടോഗ്രാഫി പഠിക്കുന്ന ആളുകളാണെങ്കിൽ അവനാ ഏറ്റവും മാറി മാറി വരുന്ന, ഇപ്പോൾ മുമ്പൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചൊരു വിദ്യാർത്ഥി, അതും വലിയ ഫീസ് കൊടുത്താണ് ഈ പുറത്തൊക്കെ പലരും പോയി പഠിക്കുന്നത്. അപ്പോൾ ആ സ്റ്റുഡൻറ്റ് എൻ്റെ അടുത്ത് വന്നിട്ട് പറയണു, സാറേ എൻ്റെ അങ്കിൾ ഒരു ക്യാമറമാനാണ്, ഞാൻ അങ്കിളിൻ്റെ കൂടെ ബാംഗ്ലൂർ ഒരു ആഡ് ചെയ്യാൻ വേണ്ടി പോയി. അപ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, വേറൊരു ഞാൻ വർക്ക് ചെയ്ത മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അപ്പോൾ അവൻ പറയണ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഉപയോഗിച്ച ലൈറ്റ്സുകളൊക്കെ പറഞ്ഞപ്പോൾ ഈ ലൈറ്റുകളുടെ പേരോ ലൈറ്റുകൾ എന്താണെന്നോ ഇതിൻ്റെ എങ്ങനെയാണ് ഈ ലൈറ്റ് ഉപയോഗിക്കുമ്പോൾ ഒന്നും ഇവനെ അറിഞ്ഞൂടാ. കാരണം ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലാകെ 3 പോയിൻ്റ് ലൈറ്റിങ്ങിൻ്റെ 2 സാധനം ഉണ്ട്, അത് പലപ്പോഴും കേടാണ്. ഇതൊക്കെ വെച്ചിട്ട് അവിടെ നിന്ന് അങ്ങനെ പഠിച്ചിറങ്ങിയിട്ട് അപ്പുറത്ത് ചെന്ന് കഴിയുമ്പോൾ ഈ പുതിയ കാലത്തെ മാറ്റങ്ങളെക്കുറിച്ച് ഇപ്പോൾ നമുക്കറിയാം. നമ്മളിപ്പോൾ ഫോക്കസ് പുള്ളർ എന്ന് പറയണം, നമുക്കറിയാം ഫോക്കസ് പുള്ളർ ക്യാമറമാനോടൊപ്പം നിന്ന്, ഇപ്പോൾ ഷാജി കൈലാസിനെ പോലുള്ള ഒരു ഡയറക്ടറുടെ പടമാണെങ്കിൽ ഫോക്കസ് ഷിഫ്റ്റുകൾ ഭയങ്കരമായിട്ട്, പാനിങ് ഇതെല്ലാം ഭയങ്കരമായിട്ട് ഉണ്ടാവും. അപ്പോൾ അയാളുടെ ആ കയ്യിലാണ് ഇതിരിക്കുന്നത്. അല്ലെങ്കിൽ ടേക്ക് എടുത്ത് മരിക്കാവുന്ന ഫോക്കസ് ഔട്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിപാടി തീരും. പക്ഷേ ഇന്ന് കയ്യിലാണ് ഈ ഫോക്കസ് പുള്ളറിൻ്റെ സാധനം പിടിച്ചുകൊണ്ട് ഒരു എക്യുപ്മെൻറ്റ് പോലെ ഉണ്ട്, അയാൾക്കത് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കും. ഇതിൻ്റെ കൂടെ നിന്ന് കഷ്ടപ്പെടേണ്ട കാര്യമില്ല. അപ്പോൾ സാങ്കേതികതകൾ കൂടി. മറ്റൊരു സെക്റ്റിൽ ഞാൻ പോയപ്പോൾ ക്യാമറമാൻ അല്ല, ഓപ്പറേറ്റിംഗ് ക്യാമറമാൻ ഉണ്ട്, പുള്ളി അവിടെ ഇരിക്കുകയാണ്. കാരണം എല്ലാം കൃത്യമായി നമ്മുടെ ഈ പറഞ്ഞ പോലെ റോബോട്ടിക് ക്യാമറ എന്നൊക്കെ പറഞ്ഞ പോലെ സാധനം വെച്ച് ഓപ്പറേറ്റ് ചെയ്താൽ മാത്രം മതി, ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ തന്നെ ചെയ്യും. അപ്പോൾ സാങ്കേതികത ഭയങ്കരമായി കൂടി. മറ്റത് മാനുവലായിട്ട് അയാളുടെ ക്രിയേറ്റിവിറ്റിയിലൂടെയാണ് ഇത് കാണുന്നത്. ഈ ഓരോ ഫ്രെയിം ഇങ്ങനെ അടിച്ചു പോകുന്ന ഈ കണ്ണ് എന്ന് പറയണത് ക്യാമറമാൻ്റെ വൈകുന്നേരം വരെയുള്ള ഇതിന് ആകുമ്പോഴേക്ക് കണ്ണ് വൈകുന്നേരം ആകുമ്പോഴേക്കും ഒരു ചുവന്ന് കലങ്ങുന്ന അവസ്ഥയിലേക്ക് വരും. അപ്പോൾ അതെല്ലാം മാറി മോണിറ്റർ മാത്രം നോക്കി ചെയ്യുന്ന ഒരു സാങ്കേതികതയിലേക്കൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ടെങ്കിലും
അവിടെ ഒന്നുമല്ല കലയിരിക്കുന്നത്. എക്യൂപ്മെൻറ്റുകൾ നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്ന സമയത്ത് തന്നെ ലോകത്ത് ഒരു 25 പുതിയ ക്യാമറ ഇറങ്ങിയിട്ടുണ്ടാവും. ഡിഫറൻ്റ് ആയിട്ടുള്ള 100 ലെൻസുകൾ ഇറങ്ങിയിട്ടുണ്ടാവും. ഇപ്പോൾ ജെയിംസ് കാമറൂണിനെ പോലെയൊക്കെയുള്ള അല്ലെങ്കിൽ ഫ്രാൻസിസ് ഡി കപ്പോളനെ പോലുള്ള ഡയറക്ടേഴ്സൊക്കെ ചെയ്യുമ്പോൾ അവരുടെ മനസ്സിലേക്ക് ഒരു വിഷ്വൽ വന്നല്ലോ, അത് ചെയ്യാനുള്ളൊരു ക്യാമറ ഇല്ല, അല്ലെങ്കിൽ അതിനുള്ളൊരു എക്യുപ്മെന്റ് ഇല്ല എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാക്കുന്ന പറയുന്നത്. ആ നോളന് ക്രിസ്റ്റഫർ നോളന് വേണ്ടി ഒരു ക്യാമറ ഉണ്ടാക്കുകയാണ്. നമുക്കിവിടെ അത് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് എക്യുപ്മെന്റുകളല്ല, പകരം അവൻ്റെ മനസ്സിനകത്ത് സിനിമ ഉണ്ടാവുക, ദൃശ്യം ഉണ്ടാവുക, വെളിച്ചം ഉണ്ടാകുക. അപ്പോൾ ഒരിക്കൽ ക്യാമറ പഠിക്കാൻ വന്ന ഒരു വിദ്യാർത്ഥിയോട് ഞാനിങ്ങനെ ചോദിച്ചു, നീ എത്ര മണിക്ക് എഴുന്നേക്കും എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു 10-10:30. ശരി. അപ്പോൾ ഭൂമിയിലേക്ക് വെളിച്ചം വരുന്ന സമയത്ത് കിഴക്ക് എന്താണ് ആ വെട്ടത്തിൻ്റെ, അതെന്ത് നിറമാണ് ആ വെളിച്ചത്തിന് എന്ന് ചോദിച്ചു. 10:30 എണീക്കുന്നവനോട് അത് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞ്, ക്യാമറമാൻ ലൈറ്റ് പഠിക്കുന്നത് ഈ എക്യുപ്മെൻറ്റുകളിലൂടെ അല്ല, പ്രകൃതിയിൽ നിന്നാണ്. നീ രാവിലെ വെളുപ്പിന് മഞ്ഞുള്ള സമയത്ത് എഴുന്നേറ്റ് നടക്കുക, ആ വെട്ടം വരുമ്പോൾ എന്ത് കളറാണ് അവിടെ ഉള്ളത്, അല്ലെങ്കിൽ സന്ധ്യാസമയത്ത് എന്തൊക്കെ നിറങ്ങളാണ് മിക്സ് ചെയ്ത് പ്രകൃതി നമ്മളെ കാണിച്ചു തരുന്നത്. 12 ഉച്ചയ്ക്ക് 12 മണിക്ക് നിൻ്റെ നിഴൽ എവിടെയായിരിക്കും എന്ന് ചോദിച്ചപ്പോൾ അവൻ അറിഞ്ഞൂടാ. അപ്പോൾ ഞാൻ പറഞ്ഞ്, ഈ ഷാഡോ എന്ന് പറയുന്നത് ഒരു ക്യാമറമാനെ സംബന്ധിച്ചുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് ഷാഡോ കാണിച്ച് തന്നെ ചെയ്യണോ, ഷാഡോ കട്ട് ചെയ്യണോ എന്നുള്ള. അപ്പോൾ ഇതെല്ലാം നമ്മൾ പഠിക്കുന്നത് മാറി വരുന്ന എക്യുപ്മെൻറ്റുകളിൽ നിന്നല്ല, പകരം ജീവിതത്തിൽ നിന്നും പ്രകൃതിയിൽ നിന്നാണ്. അതുപോലെ ഒരു തിരക്കഥാകൃത്ത് തിരക്കഥ എഴുതാൻ പഠിക്കുന്നത് അതിനകത്ത്, ഞാൻ തിരക്കഥ ടൈപ്പ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ എനിക്ക് കിട്ടി, ഇനി ഞാൻ തിരക്കഥാകൃത്തായി എന്ന് പറയുന്നവരുണ്ട്. സോഫ്റ്റ്വെയറിലൊന്നുമല്ല കാര്യം. അവൻ ജീവിതത്തെക്കുറിച്ച് അവന് ധാരണ ഉണ്ടാവുക, പ്രണയത്തെക്കുറിച്ച്, മരണത്തെക്കുറിച്ച്, രാഷ്ട്രീയത്തെക്കുറിച്ച്, ബന്ധങ്ങളെക്കുറിച്ച്, കാമത്തെക്കുറിച്ച് അവനുണ്ടാവുകയും അവൻ്റെ യാത്രകൾ, അവൻ്റെ വായനകൾ, ജീവിതത്തെക്കുറിച്ചുള്ള നോട്ടങ്ങൾ, ഇതെല്ലാം ഇല്ലാത്തവൻ പേപ്പറും പേനും എടുത്ത് ഇരിക്കുമ്പോൾ അവൻ്റെ മനസ്സിലേക്ക് വരുന്നത് അവൻ കണ്ട ഏതോ സിനിമയുടെ കഥയാണ് വരുന്നത്, അല്ലാതെ അവൻ്റെ ജീവിതത്തിൽ നിന്നൊന്നും വരുന്നില്ല. അപ്പോൾ എഴുത്തുകാരൻ എന്തുകൊണ്ടാണ് MT സാറും അല്ലെങ്കിൽ പുതിയൊരു എഴുത്തുകാരനും തമ്മിൽ അത് അങ്ങനെ ആവാത്തതെന്ന് വെച്ചാൽ അവരൊക്കെ ജീവിതത്തിൽ MT സാറിൻ്റെ ജീവിതം തന്നെയാണ് എഴുതിക്കൊണ്ടിരുന്നത് എന്ന് പറഞ്ഞതുപോലെ. അപ്പോൾ ഡിറക്ഷൻ ഇപ്പം നമുക്കറിയാം, ഏറെ വിവാദമായിട്ടുള്ള ഒരു ചർച്ച ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതൊരു സിനിമ ചെയ്യാൻ വരുന്ന പുതിയ ആളുകൾ 3 മാസത്തെ എങ്കിലും ഒരു കോഴ്സ് എടുത്ത് പഠിക്കണം എന്ന് പറഞ്ഞത് മഹാ അപരാധമായി പോയി എന്ന് പറയുന്ന, അത് ലോകം മുഴുവൻ ആദരിക്കുന്ന ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ ഒരു ചലച്ചിത്രകാരൻ്റെ അഭിപ്രായത്തെക്കുറിച്ചാണ് ഇത് പറയുന്നത്. ഞങ്ങളൊന്നും സിനിമ പഠിച്ചിട്ടല്ല. ഇപ്പം ക്വിൻറ്റിൻ ടൊറന്റിനോ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് നിരന്തരമായി സിനിമ കാണുക, സിനിമ കണ്ട് അത് വരച്ച് നോക്കി, അത് കുറിച്ച് നോക്കി, അതിനെക്കുറിച്ച് അപ്പോഴും അവിടെ ഒരു പഠനം എന്ന് പറഞ്ഞൊരു കാര്യം നടക്കുന്നുണ്ട്. അപ്പോൾ അല്ലാതെ കുറേ സിനിമ കണ്ടുകൊണ്ട് ഓടിച്ചെന്ന് സിനിമ എടുക്കില്ല. സാങ്കേതികത നിങ്ങൾക്ക് പഠിക്കാം, വേണമെങ്കിൽ യൂട്യൂബിലൊക്കെ അതിൻ്റെ ട്യൂട്ടോറിയൽസ് ഒരുപാടുണ്ട്. പക്ഷെ നമ്മളൊരു അക്കാഡമിയിൽ നിന്ന് പഠിക്കുമ്പോൾ, ഒരു ഗുരുമുഖത്ത് നിന്ന് പഠിക്കുമ്പോൾ, ആ ഗുരു എങ്ങനെയാണ് സിനിമയെ കൺസീവ് ചെയ്തിട്ടുള്ളത്. ഇപ്പം ഞാൻ നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു യൂണിവേഴ്സിറ്റിയിലെ വിസിറ്റിംഗ് ഫാക്കൽറ്റി ആയിരുന്നു, BSc വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ. ഒരു 3 വർഷം ഞാൻ അവിടെ പഠിപ്പിച്ചിരുന്നു. 60 പെൺകുട്ടികൾക്കാണ് അഡ്മിഷൻ, ഈ ഡിഗ്രിക്ക് ബോയ്സ് ഇല്ല. അപ്പോൾ 5 ദിവസത്തെ ക്ലാസ്സാണ്. അപ്പോൾ ക്ലാസ്സിൻ്റെ അവസാനം ഇവർ ഒരു 1 മിനിറ്റോ 2 മിനിറ്റോ ദൈർഘ്യമുള്ള ഒരു സബ്ജക്റ്റ് എന്നോട് പറയുകയും അത് അവർ തന്നെ സ്ക്രിപ്റ്റ് എഴുതുകയും അവർ തന്നെ ഷോർട്ട് ഡിവിഷൻ ചെയ്ത് അവർ തന്നെ അഭിനയിച്ച് എഡിറ്റ് ചെയ്ത് അവർ തന്നെ കാണിക്കണം. അതാണ് ആ പ്രോജക്റ്റ്. അപ്പോൾ ഒരു ദിവസം ഞാൻ എൻ്റെ 3 ദിവസത്തെ തിയറി ക്ലാസ്സും പ്രാക്ടിക്കൽ ക്ലാസ്സും എല്ലാം കഴിഞ്ഞിട്ട് ഇവരോട് 1 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു കഥ ഉണ്ടാക്കാൻ പറഞ്ഞ് പറ്റുന്നില്ല. ഇവരെ മനസ്സിലേക്ക് ഒന്നും വരുന്നില്ല, എന്തെങ്കിലും വരണ്ടേ. അപ്പം ഞാൻ ചോദിച്ചു, എല്ലാ ദിവസവും പത്രം വായിക്കുന്നവർ ഒന്ന് കൈവെക്കാൻ പറഞ്ഞു. ഞാൻ എക്സാജറേറ്റ് ചെയ്ത് പറയല്ല, ഒറ്റ കുട്ടിയില്ല. അപ്പോൾ തന്നെ ഞാൻ അതിൻ്റെ അപ്പോൾ പറഞ്ഞു, സാറേ ഞങ്ങൾ ഹോസ്റ്റലേഴ്സാണ്, ഞങ്ങൾക്ക് വായിക്കാൻ. ഞാനപ്പോൾ അതിൻ്റെ ചാർജുള്ള സാറിനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, സാർ ഇങ്ങനെ ഇവർക്ക് പത്രം വായിക്കുക. അപ്പോൾ സാറ് ഇന്ത്യൻ എക്സ്പ്രസ് ഉണ്ട്, ഹിന്ദു ഉണ്ട്, മനോരമയുണ്ട്, മാതൃഭൂമിയുണ്ട്, പിന്നെ എല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇവരിങ്ങനെ പുസ്തകം വെച്ച് മുഖം മറച്ചു പിടിച്ചേക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ കള്ളികളെ, നിങ്ങൾ നുണ പറഞ്ഞാണല്ലേ, വായിക്കുന്നില്ല.
ചുറ്റുപാട് നടക്കുന്നത് എന്താണെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും അറിയാതെ ഞാൻ സിനിമ പഠിച്ചു എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവും തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാനിപ്പോൾ സന്തോഷത്തോടുകൂടി പറയുന്ന കാര്യം, അൽക്കോർ മീഡിയ അക്കാഡമി എന്ന് പറയുന്നൊരിടത്ത് അവൻ്റെ മനസ്സിലുള്ള കാഴ്ചകളെ, സിനിമയെ 100% അവന് പ്രയോഗിച്ച് നോക്കാൻ, വെറും തിയറി മാത്രമല്ല പ്രാക്ടിക്കലും ഒപ്പം അത് കഴിഞ്ഞാൽ അവന് ഇൻറ്റേൺഷിപ്പിലൂടെയും അല്ലെങ്കിൽ ആ ഇൻറ്റേൺഷിപ്പിന് ശേഷം അവനെ, ഇപ്പോൾ സിനിമ എന്ന് പറയുമ്പോൾ മുമ്പ് ഈ ഫീച്ചർ ഫിലിം മാത്രമായിരുന്നു, ഇപ്പോൾ അതല്ല, ഡോക്യുമെൻ്ററി ഫിലിം മേക്കിംഗ് ഇൻ്റർനാഷണൽ ലെവലിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്, ആഡ് ഫിലിം മേക്കിംഗ്. അത് സാധാരണ ഒരു ഫീച്ചർ ഫിലിം എടുക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ പണം വേണം. ഇപ്പോൾ നമ്മുടെ തുടരും സിനിമയിലെ ജോർജ് സാറായിട്ട് അഭിനയിച്ച പ്രകാശ് വർമ്മ അറിയപ്പെടുന്ന ആഡ് ഫിലിം മേക്കറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റെമ്യൂണറേഷൻ ഇവിടെ ഒരു സിനിമാ സംവിധായകന് ചിലപ്പോൾ കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ ആഡ് ഫിലിം മേഖല ഇപ്പോഴാണെങ്കിൽ ഒരുപാട് OTT പ്ലാറ്റ്ഫോമുകളൊക്കെ ഉള്ളത് കൊണ്ട്, യൂട്യൂബ് ആകട്ടെ, അതിലൂടെയൊക്കെ തന്നെ ഡിജിറ്റൽ ഫിലിം മേക്കിംഗ് എന്ന് പറയുന്ന സാധ്യതകളിലൂടെ ജസ്റ്റ് സിനിമ എന്നുള്ള കഥ പറഞ്ഞ് നടൻ്റെ പുറകെ നടന്ന് സിനിമ ചെയ്യുന്നതിനപ്പുറത്തേക്ക് അവൻ്റെ കഴിവുകളെ കൃത്യമായി ഒരു ഫിലിം മേക്കർ എന്നുള്ള നിലയിൽ ഉപയോഗിച്ചുകൊണ്ട് അവൻ്റെ പ്രൊഫഷൻ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ചിലർ പറയും ഇതൊരു പാഷനാണ്. ഞാൻ പറയുന്നത് അതല്ല, നിങ്ങളിത് പ്രൊഫഷനാക്കണം. ഞാൻ എൻ്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ, ഞാൻ ഈ സിനിമയും നാടകവും അല്ലാതെ വേറെ ഒരു ജോലിക്കും പോയിട്ടില്ല. ഞങ്ങൾ 5 ബ്രദേഴ്സും പോയിട്ടില്ല. കല കൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചത്. ഞങ്ങൾ വിവാഹം കഴിച്ചതും വീട് വെച്ചതും കുട്ടികളെ വളർത്തിയതും പഠിപ്പിച്ചതും ഒക്കെ തന്നെ സിനിമ കൊണ്ടും നാടകം കൊണ്ടും മാത്രം കൊണ്ടാണ്. കല കൊണ്ട് മാത്രം ജീവിക്കാൻ കഴിയും. പക്ഷെ നിങ്ങൾ അതേപോലെ പ്രൊഫഷണലായിട്ട് അതിനെക്കുറിച്ച് അറിയുകയും വായിക്കുകയും പഠിക്കുകയും ചെയ്യണം. അല്ലാതെ വേറൊരു ജോലി ചെയ്ത് കിട്ടുന്ന സമയത്ത് ഇന്ന് അതിനുള്ള സാധ്യതകളുണ്ട്. കാരണം നമ്മുടെ കേരളത്തിൽ തന്നെ ഏതാണ്ട് 10-ലേറെ എൻ്റർടൈൻമെൻറ്റ് ചാനലുകളുണ്ട്. ഇപ്പോൾ വൈകുന്നേരം ഒരു 7 മണി മുതൽ സീരിയൽസ് തുടങ്ങിയാൽ രാത്രി 10 മണി വരെ ഒരു ചാനലിൽ ഒരു 5-6ഓളം സീരിയൽ വരുന്നുണ്ട്. അപ്പോൾ 10 ചാനൽ എന്ന് പറയുമ്പോൾ 60ഓളം സീരിയൽസ് ഒരു ദിവസം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ 60 ദിവസത്തിനകത്ത് ഡയറക്ടേഴ്സ്, ക്യാമറമാന്മാർ, എഡിറ്റർമാർ, അഭിനേതാക്കൾ, മേക്കപ്പ് മാൻമാർ, കോസ്റ്റ്യൂം, എല്ലാവരും ഈ 60 സീരിയലിനും ഇത്രയും ആളുകൾ ഇവിടെ ആവശ്യമുണ്ട്. അതിലുപരി നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ വന്ന ശേഷം ഇപ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് ഒരാൾക്ക് ഒരു സഹായം ചെയ്യുന്നു, അതപ്പം തന്നെ നമ്മൾ എങ്ങനെയാണ് അറിയുന്നത്? അദ്ദേഹത്തിനൊരു ടീമുണ്ട്, അദ്ദേഹത്തിനൊരു ക്യാമറമാനുണ്ട്, ഒരു എഡിറ്ററുണ്ട്. അപ്പോൾ അദ്ദേഹം ആ സമ്മാനം കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ അത് സ്പോട്ട് എഡിറ്റ് ചെയ്ത് അപ്പം തന്നെ സോഷ്യൽ മീഡിയയിലേക്ക് ഇത് ചെയ്യണം. അപ്പോൾ ഓരോ MP-മാർക്കും ഓരോ MLA-മാർക്കും ഓരോ രാഷ്ട്രീയ നേതാവിനും ഒരു പ്രൊഡക്ഷൻ ടീം ഉണ്ടെന്നുള്ളതാണ്. എന്നാലേ അവർക്ക് ഇന്നത്തെ കാലത്ത് പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. അത് അറിവുള്ളവന് ജോലിയുടെ സാധ്യതകൾ അനന്തമാണ്. അതിലുപരി ഇപ്പോൾ കഴിഞ്ഞ ദിവസം ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന് പറഞ്ഞ പ്രൊഡ്യൂസർ പറഞ്ഞു, അദ്ദേഹം ചാപ്പാക്കുരിശ് എന്ന് പറഞ്ഞ പടം എടുക്കുമ്പോൾ ഫഹദ് ഫാസിലിന്, ഫാഫ എന്ന് ചെറുപ്പക്കാരെ വിളിക്കുന്ന ഫഹദിന് കൊടുത്തത് 1 ലക്ഷം രൂപയാണ്. ഇന്ന് ഒരു 10 കോടി രൂപ കൊടുക്കാമെന്ന് പറഞ്ഞാലും ഫഹദിൻ്റെ ഡേറ്റ് കിട്ടാൻ പാടാണ്. അത്ര കുറഞ്ഞ ഒരു 10-12 വർഷം കൊണ്ട് അത്ര ഉയരങ്ങളിലേക്ക് ആ ആക്ടർക്ക് എത്താൻ പറ്റി എന്നുള്ളതാണ്. ഇപ്പോൾ ഒരാളൊരു സർക്കാർ സർവീസിൽ അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ 25 കൊല്ലം ജോലി ചെയ്യുന്നു എന്നിരിക്കട്ടെ, ഒരു 5 വർഷം കഴിയുമ്പോഴേ അദ്ദേഹം, സാർ ഞാൻ ഇന്നലെ വരെ 25,000 എഴുതുന്ന എൻ്റെ ശമ്പളം ഞാനിപ്പോൾ ഇത്രയും വർഷമായിട്ട് ജോലി ചെയ്യുന്ന ഒരു 2,000 രൂപയും കൂടി കൂട്ടിത്തരണം എന്ന് പറഞ്ഞാൽ ആലോചിക്കട്ടെ, നിൻ്റെ റെക്കോർഡൊന്നും എടുക്കട്ടെ, നിൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കട്ടെ എന്നൊക്കെ പറയും. ഒരു സിനിമ കഴിഞ്ഞ് 2ാമത്തെ സിനിമയ്ക്ക് ഞാനിപ്പോൾ 1 കോടിയാണ് വാങ്ങുന്നതെന്ന് പറഞ്ഞാൽ അത് കൊടുക്കാൻ തയ്യാറാകുന്ന നിർമ്മാതാക്കളോട് റെഡിയാകുന്നത് ഈ ഷോ ബിസിനസ് എന്ന് പറഞ്ഞ സിനിമയിൽ മാത്രമേ ഉള്ളൂ. നമ്മുടെ ശമ്പളം നമുക്ക് തീരുമാനിക്കാൻ പറ്റുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ, അത് ഷോ ബിസിനസ്സാണ്, സിനിമയാണ്. സാറേ, ഒരു സിനിമ ശരിക്കും പറഞ്ഞാൽ ജനിക്കുന്നത് പോലെ ആ ഒരു സിനിമ ചെയ്യാനുള്ള ഒരു ഐഡിയ തുടങ്ങുന്നത് എപ്പോഴും ഒരു സ്ക്രിപ്റ്റ് റൈറ്ററിൻ്റെ അടുത്തുനിന്നാണല്ലോ. അപ്പം സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്ന് പറയുന്നത് തന്നെ സിനിമയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. അപ്പം ഈ പുതിയതായിട്ട് വളർന്ന സ്ക്രിപ്റ്റ് റൈറ്ററായിട്ട് വരാൻ ആഗ്രഹിക്കുന്ന തലമുറയിൽ വരുന്ന പിള്ളേരോട് സാറിന് എന്താണ് പറയാനുള്ളത്? അതായത് നമ്മൾ സാധാരണ കേൾക്കാറുണ്ട് കേരളത്തിൽ, എനിക്കൊന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പടങ്ങൾ റിലീസ് ചെയ്യുന്നത് ഒരു വർഷം നമ്മൾ കേരളത്തിലാണെന്ന് തോന്നുന്നുണ്ട്. 200 പടം 250 പടങ്ങളൊക്കെ. പക്ഷെ അവസാനത്തെ കണക്കെടുപ്പ് വരുമ്പോൾ നിർമ്മാതാവിന് പണം തിരിച്ചു കിട്ടിയ 5 സിനിമകളേ ഉള്ളൂ
നമ്മൾ വായിക്കാറില്ലേ, ഒരു വർഷത്തെ സിനിമ ഇൻഡസ്ട്രിയിൽ 5 പടങ്ങൾ മാത്രമേ നിർമ്മാതാവിന് കിട്ടിയുള്ളൂ, ബാക്കി എല്ലാ പടങ്ങളും ഫ്ലോപ്പുകളാണ്. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഈ ഓവർ കോൺഫിഡൻസ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഈ ലൊക്കേഷനിലിരുന്ന് സ്ക്രിപ്റ്റ് എഴുതുക, പിന്നെ വട്ടം വളഞ്ഞിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് സ്ക്രിപ്റ്റ് എഴുതുക എന്നൊക്കെ പറയുന്നത്. നമ്മളിപ്പോൾ എന്നുവെച്ചാൽ നമ്മൾ തിരക്കഥയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഒരു ടെക്നിക്കൽ ഡോക്യുമെൻ്റാണ് അത്. നമ്മളൊരു ബ്ലൂ പ്രിൻ്റ് എന്നും കൂടി പറയാറുണ്ട്. സിനിമയുടെ ബ്ലൂ പ്രിൻ്റ് അല്ലെങ്കിൽ സിനിമയുടെ ബൈബിൾ. ഒരു ആർക്കിടെക്റ്റ് അല്ലെങ്കിൽ ഒരു എൻജിനീയർ ഒരു പാലം പണിയാണ്. ആ പാലം പണിയുമ്പോൾ അദ്ദേഹം ആദ്യം തന്നെ ഒരു ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കും. ഈ പാലത്തിന് എത്ര കിലോ സിമെൻറ്റ് വേണം, എത്ര കമ്പി വേണം, എത്ര തൊഴിലാളികൾ എത്ര രാപ്പകൽ നിന്നാൽ എത്ര കോടി രൂപ കൊണ്ട് ഈ പാലം നമുക്ക് തീർത്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ 15 നിലയുള്ളൊരു വീട് അത് പണിയണമെങ്കിൽ എത്ര ദിവസം കൊണ്ട്, ഒരു 10 കീ പ്രോജക്റ്റാണ്. പറഞ്ഞ സമയത്ത് അദ്ദേഹത്തിന് താക്കോല് നമ്മൾ കൈമാറണം. അപ്പോൾ എത്ര തൊഴിലാളികൾ എത്ര ദിവസം നിന്നാൽ എത്ര പണം കൊണ്ട് ഈ ഇത്രയും 10 നിലയുള്ളൊരു വീട് പണിയാം എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലാതെ ചില വീടുകളൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ പറയില്ലേ, ഇതാരാണ് ഡിസൈൻ, അത് വൈഫ് പറഞ്ഞ ഐഡിയ അനുസരിച്ച് ഞാൻ തന്നെ ചെയ്തതാണെന്ന് പറയാം. ഓക്കെ, കൊള്ളാലോ, എന്നാൽ നിങ്ങൾക്കൊരു 12 നിലയുള്ള ഒരു അപ്പാർട്ട്മെൻറ്റ് പണിയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അയ്യോ എന്ന് അവർ പറയുള്ളൂ. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ സിനിമ, ഞാൻ നേരത്തെ മാന്ത്രികത്തിൻ്റെ ഉദാഹരണം പറഞ്ഞതുപോലെ, സിനിമയ്ക്ക് മുമ്പ് സിനിമയെ നമ്മൾ 3 തട്ടുകളായിട്ടാണ് അതിൻ്റെ നിർമ്മാണം. പ്രീ പ്രൊഡക്ഷൻ, പ്രൊഡക്ഷൻ ഓർ ഷൂട്ട്, പോസ്റ്റ് പ്രൊഡക്ഷൻ. ഇത് 3 ഘട്ടങ്ങളാണ്. എല്ലാവരും വിചാരം സിനിമ ഉണ്ടാകുന്നത് ഈ ഷൂട്ടിലാണെന്നാണ്. കാരണം അവർ പുറമേ നോക്കുമ്പോൾ ഒരാൾ തൊപ്പിയൊക്കെ വെച്ച് ഷോർട്ട് ക്യാമറ ആക്ഷൻ എന്നൊക്കെ പറയുന്നു, അഭിനയിക്കുന്നു, അവിടെയാണ് സിനിമ ഉണ്ടാകുന്നതെന്നാണ് വിചാരം. പക്ഷേ പ്രീ പ്രൊഡക്ഷൻ അത് ഡെസ്കിലും പോസ്റ്റ് പ്രൊഡക്ഷൻ എഡിറ്റിംഗ് ടേബിളിലുമാണ് സിനിമയായി രൂപപ്പെടുന്നത്. അപ്പോൾ സിനിമയുടെ ബഡ്ജറ്റ് തീരുമാനിക്കുന്നത് തിരക്കഥയാണ്. ഇപ്പോൾ സാധാരണ ഒരു സിനിമ എടുക്കാൻ എത്ര കാശ് വേണം അല്ലേ, ഇപ്പോൾ പറഞ്ഞ 5-10 കോടിയൊക്കെ വേണ്ടി വരും. എന്നാൽ ഒരു റൈറ്ററോടാണ് അത് ചോദിക്കുന്നത് എങ്കിൽ അദ്ദേഹം മറുപടി പറയുന്നത് ഇങ്ങനെയായിരിക്കും, അങ്ങയുടെ കയ്യിൽ എത്ര രൂപയുണ്ട്? എൻ്റെ കയ്യിൽ ഒരു 60 ലക്ഷം രൂപയുണ്ട്, നമുക്ക് സിനിമ ചെയ്യാം. അപ്പോൾ 60 ലക്ഷം രൂപയിൽ ഒരു ഫസ്റ്റ് പ്രിൻ്റ് ആവുന്ന രീതിയിലുള്ളൊരു തിരക്കഥ തയ്യാറാക്കുക എന്നുള്ളതാണ് ആദ്യം വേണ്ടത്. ഇപ്പോൾ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ സുഡാനി ഫ്രം നൈജീരിയ എന്ന് പറയുന്ന സക്രിയ എന്ന് പറയുന്ന പുതിയൊരു ഡയറക്ടർ പടം, അത് ഏകദേശം 1 കോടിക്ക് താഴെ നിന്ന പടമാണ്. മനസ്സിലായ? അതിനകത്ത് സൗബിൻ സാഹിർ എന്ന് പറഞ്ഞ ഒരു നടൻ മാത്രമേ ഉള്ളൂ, പിന്നെ പുറത്തുനിന്ന് വന്നൊരു പയ്യനും, ബാക്കിയെല്ലാം അദ്ദേഹത്തിൻ്റെ നാട്ടിലെ ആൾക്കാർ, ആ ലൊക്കേഷൻ മൊത്തം അദ്ദേഹത്തിൻ്റെ സ്വന്തം വീടുകൾ ഒക്കെ ആയിട്ട് വളരെ കുറഞ്ഞൊരു ബഡ്ജറ്റിലാണ് സിനിമ ചെയ്ത്. പക്ഷേ അതിന് സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങളും മറ്റു പുരസ്കാരങ്ങളും കിട്ടുകയും, ഒരു വർഷം ഒരു വിദ്യാർത്ഥിയായിരുന്ന സക്രിയ അടുത്ത വർഷം മമ്മൂക്കയുടെയും മോഹൻലാലിൻ്റെ കൂടെയും ഏഷ്യാനെറ്റ് ഷോക്കിയേറ്റ് ഫ്രണ്ട് സീറ്റിലിരുന്ന് അല്ലെങ്കിൽ അതിന് അവാർഡ് വാങ്ങാണ്. 1 വർഷം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതരേഖ മാറി. അപ്പോൾ അതുകൊണ്ട് തിരക്കഥയാണ് സിനിമയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. പലപ്പോഴും പലരും അതിനെ ഏറ്റവും, നമുക്ക് ലൊക്കേഷനിൽ മനസ്സിലൊരു ഐഡിയ ഉണ്ട്, നമുക്ക് എല്ലാവർക്കും കൂടി പറഞ്ഞിരുന്ന് അത് ചെയ്ത് ശരിയാക്കാം, അത് ഒരുപക്ഷെ പറ്റും. ഇപ്പോൾ ഫെല്ലിനി എന്നൊക്കെ പറയുന്ന വിഖ്യാത ഡയറക്ടർ, അദ്ദേഹത്തിന് മനസ്സിലൊരു ഐഡിയ ഉണ്ടാവും, പിന്നെ അദ്ദേഹം ദൃശ്യങ്ങളെ ക്യാപ്ചർ ചെയ്തിട്ട് അതിലൂടെ ഒരു പുതിയൊരു സിനിമ ഉണ്ടാക്കിയെടുക്കുകയാണ്. അങ്ങനെ ഉണ്ടാക്കുന്നവരും ഉണ്ട്. ഇപ്പോൾ അക്കീറ കുറസോവ, അദ്ദേഹം ഒരു സിറ്റുവേഷൻ 3 റൈറ്ററെ കൊണ്ട് എഴുതിപ്പിക്കും, എന്നിട്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട സീൻ അതിൽ നിന്ന് സെലക്ട് ചെയ്യും. അങ്ങനെ ഫിലിം മേക്കർക്ക് പഴയ പല കാഴ്ചപ്പാടുകളുണ്ട്. അപ്പോൾ അത് ആ ബഡ്ജറ്റ് നമ്മൾ നേരത്തെ സിനിമ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞ പോലെ കൃത്യമായി ഞാൻ എന്താണ് പറയാൻ പോകുന്നത് എന്ന് നമുക്ക് ചില കഥകളുണ്ട്. കഥയായിട്ട് കേൾക്കുമ്പോൾ ഭയങ്കര രസമായിരിക്കും, പക്ഷെ സ്ക്രിപ്റ്റായിട്ട് എഴുതി ഈ റൈറ്റർ പെട്ടുപോകും. കഥ പറഞ്ഞപ്പോൾ ഭയങ്കര രസമായിരുന്നു, അതിന് ചില പ്രോജക്റ്റുകൾ നടക്കാതെ പോയിട്ടുണ്ട്. കഥ രസമായിരുന്നു, പക്ഷെ സ്ക്രിപ്റ്റായിട്ട് എഴുതി വന്നപ്പോൾ അതിന് ഗുണമില്ല. എന്തിന് വളരെ പ്രസിദ്ധരായ ഒരുപാട് സൂപ്പർ ഹിറ്റ് ഉണ്ടാക്കിയ, ഇന്നിപ്പോൾ അദ്ദേഹം നമ്മളോടൊപ്പം ജീവിച്ചിരിപ്പില്ല, ഒരു തിരക്കഥാകൃത്തും സംവിധായകനായിട്ടുള്ള ആൾ. അദ്ദേഹം പല സിനിമകൾ ഇതേപോലെ സ്പോട്ടിൽ എഴുതിയ ആണ്. അതൊക്കെ ഹിറ്റുകളൊക്കെ സ്റ്റേറ്റ് അവാർഡ്, നാഷണൽ അവാർഡൊക്കെ കിട്ടിയാണ്. പക്ഷേ ഒരു സിനിമ അത് നടന്നുകൊണ്ടിരുന്നപ്പോൾ ഈ നടൻ എൻ്റെ സംവിധായകനോട് ചോദിച്ചു, അടുത്ത സീൻ എന്താണ് എന്ന് ചോദിച്ചു. സംവിധായകൻ വേർത്തുപോയി, കാരണം അടുത്ത സീൻ എന്താണെന്ന് സംവിധായകന് അറിയില്ല. സംവിധായകൻ ഓടി തിരക്കഥാകൃത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു,
ഞാനാകെ എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവമാണ്. ഒരു നടൻ അടുത്ത സീൻ എന്താണെന്ന് നോക്കിയാൽ സംവിധായകനായി എനിക്കറിയില്ല എന്ന് പറയണം. അപ്പോൾ അത് നിങ്ങൾക്ക് എന്താ എന്നെ വിശ്വാസമില്ലേ? അതല്ല. അപ്പോൾ ഈ നടൻ പറഞ്ഞു മുഴുവൻ തിരക്കഥ എഴുതിയിട്ട് നമുക്ക് ബാക്കി ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം തിരക്കഥ, ഞാൻ ഇതിനു മുമ്പ് എഴുതിയതെല്ലാം സ്പോട്ടിൽ ലൊക്കേഷനിൽ ഇരുന്ന് എഴുതിയതല്ലേ, അതൊക്കെ ശരിയാണ്, പക്ഷേ ഈ സിനിമ നമുക്ക് മുഴുവൻ എഴുതിയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം സ്ക്രിപ്റ്റ് മുഴുവൻ എഴുതി. ആ നടനെ അത് ഇഷ്ടപ്പെട്ടില്ല, ആ പ്രോജക്റ്റ് ഡ്രോപ്പായി പോയി. മനസ്സിലായ? അപ്പോൾ പടം ഞാൻ പിന്നീട് പറയാം. അപ്പോൾ അതുകൊണ്ട് ആദ്യം നിങ്ങൾ ഞാൻ നേരത്തെ മാതൃകത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 52 സീൻ്റെ ഗ്രാഫ് വരച്ച് ഇതിൽ പക്ക കമേഴ്സ്യലായിട്ടുള്ള മൂവിയാണ്. അന്ന് ഈ പറഞ്ഞ ഒരു പാൻ ഇന്ത്യൻ മൂവിയാണ്. അപ്പോൾ അത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു, അത് എത്രാമത്തെ റീലിലാണ് സോങ്, എത്രാമത്തെ റീലിലാണ് ഫൈറ്റ്, ആ ഫൈറ്റിൻ്റെ ഫുട്ടേജ് ലെങ്ത് എത്രയാണ്, എത്ര സെക്കൻഡ് ഉണ്ട്, എത്ര മിനിറ്റ് ഉണ്ട് ആ ഫൈറ്റ്, എത്ര ഫൈറ്റ് ഉണ്ട്, എത്ര സോങ് ഉണ്ട്, ക്ലൈമാക്സിൻ്റെ ആ എപ്പിസോഡ് അതിന് അല്ലെങ്കിൽ ആ സീക്വൻസ് എത്രമാത്രം ഉണ്ട് എന്ന് പറഞ്ഞ് അളന്ന് ചിട്ടപ്പെടുത്തി ഒരു സീൻ പോലെ എക്സ്ട്രാ ഷൂട്ട് ചെയ്യേണ്ടി വരാതെ, ഒരു സീൻ പോലെ ആഡ് ചെയ്യേണ്ടി വരാതെ ഷൂട്ട് ചെയ്തത് എല്ലാം കൃത്യമായി സ്ക്രീനിൽ വരുത്തുക എന്ന് പറയുന്ന അതുണ്ട്. അതുകൊണ്ട് തന്നെ അത് വലിയ ഹിറ്റായിട്ടുള്ള സിനിമയാണ്, സൂപ്പർ ഡൂപ്പർ ഹിറ്റായിട്ടുള്ളൊരു സിനിമയാണ്. അപ്പോൾ അത് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വരുന്നത്, അന്ന് ഈ പറഞ്ഞ പോലെ എനിക്ക് 30-32 വയസ്സേ ഉള്ളൂ. എറണാകുളം ഷേണായ്സ് പോലുള്ള ഒരു ബ്രഹ്മാണ്ഡ തിയേറ്ററിൽ അപ്പോൾ ഞാനൊരു ഷോ കഴിഞ്ഞ് ഇറങ്ങുകയാണ്. അപ്പോൾ അന്ന് ക്യൂ നിന്ന് ഇതുപോലെ സ്പോട്ട് ബുക്കിംഗ് ഒന്നുമില്ല, അങ്ങനെ നീണ്ട ക്യൂ ആണ്. അതുപോലെ ഈ നമ്മുടെ ഇന്നത്തെ പോലെ ഈ പോഡ്കാസ്റ്റിങ്ങോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇതൊന്നുമില്ല, ഈ ക്യാമറയുടെ പുറകിൽ നിൽക്കുന്നവർ ആരും അറിയില്ല. അപ്പം ഞാൻ ഇറങ്ങി വന്നപ്പോൾ നമ്മുടെ സിനിമയായിട്ടൊക്കെ ബന്ധപ്പെട്ട് വർക്ക് ചെയ്ത അതുപോലെ പോസ്റ്റർ ഒട്ടിക്കാൻ പോകുന്ന പിള്ളേർ ഇവരൊക്കെ എന്നെ സാറേ പടം സൂപ്പർ ഹിറ്റ് എന്ന് പറഞ്ഞ് എന്നെ പിടിച്ച് പൊക്കി ഇങ്ങനെ ഇടുകയാണ്. അപ്പോൾ ഈ ടിക്കറ്റ് അടുത്ത ഷോക്ക് ടിക്കറ്റ് എടുക്കാൻ വന്നവരൊക്കെ ഇവനാരടാ എന്ന് പറഞ്ഞിങ്ങനെ നോക്കുകയാണ്. അപ്പോൾ എനിക്ക് ഉണ്ടായിട്ടുള്ളൊരു ഭയങ്കര സന്തോഷം, ഈ പറഞ്ഞ പോലെ അത്ര അധികം ക്ലാപ്സോടുകൂടി 125 ദിവസം ഷാനാസ് പോലുള്ള ഒരു തിയേറ്ററിൽ കളിച്ച പടമാണ് ആ സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഈ പറഞ്ഞ പോലെ 3 മണിക്കാണ് ഷോ എങ്കിൽ ഒരു 2:59 ആകുമ്പോഴാണ് ആൾക്കാർ തിയേറ്ററിലേക്ക് വരിക. മറ്റത് 3 മണിക്ക് 1 മണിക്കൊന്നും ക്യൂ നിൽക്കും. അത് ഈ സിമെൻറ്റ് കുഴൽ പോലുള്ള ഇതിനകത്ത് വെട്ടി വേർത്താണ് അത് സിനിമ. അങ്ങനത്തെ ഒരു സീൻ അതിനകത്ത് നമ്മുടെ മാതൃകയിലുണ്ട്. അങ്ങനെയുള്ളൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഈ പറഞ്ഞ പോലെ ആ സ്ക്രിപ്റ്റിൻ്റെ ബലത്തിലാണ് ആ നിർമ്മാതാവ് വായിച്ചു. ഈ സ്ക്രിപ്റ്റ് ചില സ്ക്രിപ്റ്റ് നമ്മൾ ഇത് നോൺ ആക്ടേഴ്സ് ചെയ്ത് ചിലപ്പോൾ സ്ക്രിപ്റ്റ് നിൽക്കില്ല, നമുക്ക് പുതിയ നടീനടന്മാരെ കൊണ്ട് ചെയ്യാം. ഇത് ഒരു ആവറേജ് നടന്മാർ ചെയ്താലും ഈ പടം ഹിറ്റാവും എന്ന് തോന്നണമെങ്കിൽ ആ സ്ക്രിപ്റ്റിന് ബലം വേണം. ചിലവർ സ്ക്രിപ്റ്റ് ഇല്ലാതെ സിനിമ എടുക്കാം എന്നൊക്കെ പറയുന്നത് അതുല്യ പ്രതിഭകളായിട്ടുള്ള ചിലവർ, പക്ഷെ അവരെ മനസ്സിൽ ഇത് പേപ്പറിൽ എഴുതിയിട്ടില്ല എന്നേ ഉള്ളൂ. മനസ്സിൽ ബിഗിനിങ് ടു എൻഡ് ആ സ്ക്രീൻ പ്ലേ ഉണ്ടാകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. തിരക്കഥ നിർമ്മാതാവ് അറിഞ്ഞിരിക്കണം. ചില നിർമ്മാതാക്കൾ പറയും ഞാൻ പടം മുടക്കും, ഞാൻ ലൊക്കേഷനിലേക്കൊന്നും പോകാറില്ല. നോ, അങ്ങനെയല്ല. നിങ്ങൾ പോകണം, നിങ്ങൾ പണം മുടക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അത് പിന്നീടൊന്ന് കരയാനും നിൽക്കരുത്. ഈ പൈസ എങ്ങോട്ട് പോയി പൊട്ടിപ്പോയി ആണെന്ന് അറിഞ്ഞില്ല എന്ന് പറയണം. പിന്നെ വേറൊരു സങ്കടം എന്താണെന്ന് വെച്ചാൽ പടം വിജയിച്ചാൽ അതിന് ഒരുപാട് അവകാശികളാണ്. ഞാൻ അങ്ങനെ ആയതുകൊണ്ടാണ് നടൻ അതിൻ്റെ ക്രെഡിറ്റ് എടുക്കും, സംവിധായകൻ എൻ്റെ ക്രെഡിറ്റ് എടുക്കും. പക്ഷേ ക്രെഡിറ്റ് കിട്ടാതെ പോകുന്ന ഒരാളാണ് റൈറ്റർ. അത് ടി ദാമോദരൻ മാഷ് പറഞ്ഞിട്ടുണ്ട്, തിരക്കഥ എഴുതി കഴിഞ്ഞാൽ പിന്നെ തിരക്കഥാകൃത്ത് പൊട്ടിയ ടയറാണ് എന്ന് പറയും. അതുകൊണ്ടുകൂടിയാണ് ഈ പല പ്രസിദ്ധരായിട്ടുള്ള ആളുകൾ നേരത്തെ സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കാത്തത്. ഈ സിനിമ അവസാനം വരെ എൻ്റെ ക്ലച്ചസിനകത്ത് നിൽക്കണം, ഞാൻ പോയാൽ പ്രശ്നമാകും എന്നുള്ള രീതിയിൽ ആ സിനിമ പിടിച്ചു നിർത്തുക. പക്ഷെ അതൊരു കാര്യമില്ല. നേരത്തെ തന്നെ ഈ ടെക്നിക്കൽ ഡോക്യുമെൻ്റ് തയ്യാറാക്കുക. പുതിയ ചെറുപ്പക്കാരായിട്ടുള്ള എഴുത്തുകാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് പുതുതായി എന്തെങ്കിലും പറയാനുള്ളപ്പോഴേ നിങ്ങൾ എഴുതാവൂ. 100 വട്ടം നമ്മൾ കണ്ട സിനിമ പലവട്ടം നമ്മൾ ചില പടം കണ്ടില്ല, ഒരു പഴയ കഥ പോലത്തെ ഒരു സംഭവം, പ്രത്യേകിച്ചൊന്നുമില്ല എന്ന് പറയണം. പക്ഷേ നമുക്ക് പുതിയതായിട്ട് എന്തെങ്കിലും പറയാനുണ്ടാവുക, അത് പുതിയ രീതിയിൽ ഇങ്ങനെ തിരക്കഥ എഴുതാവുമെന്ന് ആരും പറഞ്ഞിട്ടൊന്നുമില്ല. അതിൻ്റെ ഫോർമാറ്റുകളുണ്ട്, അക്കാഡമിക്കിൽ നമ്മൾ പഠിപ്പിക്കും. ഞാൻ സാധാരണ ഇത് പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് പറയും, നിങ്ങളെല്ലാം പഠിച്ചല്ലോ, ഇനി ഇതെല്ലാം മറന്നു കളഞ്ഞിട്ട് നിങ്ങൾക്ക് തോന്നുന്ന പോലെ നിങ്ങൾ എഴുതിക്കും. പക്ഷേ എങ്ങനെ നിങ്ങൾ എഴുതിയാലും ഇംഗ്മർ ബെർഗ്മാൻ്റെ ഒരു കോട്ടുണ്ട്, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം, പക്ഷേ അത് പ്രേക്ഷകന് ഇഷ്ടപ്പെടണം, അവനത് മനസ്സിലാകണം, അവൻ്റെ ഹൃദയത്തെ സ്പർശിക്കണം. ഇങ്ങനെ എഴുതിയാൽ അങ്ങനെയൊന്നുമില്ല. പക്ഷേ
പുതിയ വഴികൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. പക്ഷെ അത് കാണുന്നവനെ ഫീൽ ചെയ്യണം. അപ്പോൾ അതിന് കൃത്യമായി പേപ്പറിൽ അത് ദൃശ്യവൽക്കരിച്ച് അതിൻ്റെ സ്റ്റോറി ബോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ സ്റ്റോറി ബോർഡ് ചെയ്ത് ഇതാണ് നമ്മൾ എടുക്കാൻ പോകുന്ന സിനിമ എന്ന് പറഞ്ഞ് സെറ്റായിട്ട് നിങ്ങൾ ഇറങ്ങാൻ പാടുള്ളൂ. അല്ലാതെ ലൊക്കേഷനിലിരുന്ന് ഞാൻ നേരത്തെ പറഞ്ഞോളൂ, ചില കഥകൾ പറഞ്ഞു വരുമ്പോൾ ഒക്കെ ആയിരിക്കും, ഇത് പേപ്പറിലേക്ക് വന്ന് സീനായിട്ട് വരുമ്പോൾ ഇത് വിചാരിച്ച സ്ഥലത്തേക്ക് പോകില്ല. സമയബന്ധിതമായി പറയേണ്ടതാണ് സിനിമ. നമുക്ക് മുമ്പൊക്കെ 3 മണിക്കൂർ സിനിമയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ 2 ഇൻ്റർവെൽ ഉൾപ്പെടെ 2 മണിക്കൂർ എന്ന് പറയുന്ന രീതിയിലേക്ക് ഇംഗ്ലീഷ് പടം പോലെ ഇതിൻ്റെ സമയമൊക്കെ കുറഞ്ഞു. ആ സമയത്തിനകത്ത് നമ്മുടെ തിരക്കഥ നിർത്താൻ പറ്റണം. അല്ലെങ്കിൽ ഞാൻ സാധാരണ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അവരുടെ ഫൈനൽ ഡിപ്ലോമ പ്രോജക്റ്റ് ഒരു 15 മിനിറ്റുള്ള ഷോർട്ട് ഫിലിമായിരിക്കും. അപ്പോൾ ഇവന് ഇത് കഴിഞ്ഞിട്ട് എൻ്റെ സിനിമയാണെന്ന് പറഞ്ഞ് പുറത്തു കൊണ്ട് നിർമ്മാതാക്കളെ കാണിക്കാൻ വേണ്ടിയിട്ട് 2 മണിക്കൂർ പറയേണ്ട സിനിമ 15 മിനിറ്റ് കൂടി പറയാൻ വേണ്ടി ശ്രമിക്കും. ഞാൻ പറഞ്ഞ് ചെറുകഥയും നോവലും രണ്ടും രണ്ടാണ്. അവർ ഫീച്ചർ ഫിലിമിൻ്റെ കഥ എടുത്ത് നീ ഷോർട്ട് ഫിലിമിന് പറയാൻ നോക്കല്ലേ. അപ്പോൾ അതിന് ആ സമയത്തിനകത്ത് 10 മിനിറ്റ് കൊണ്ട് ഉള്ള സാധനമേ നീ പേപ്പറിൽ കാണാം. ബാക്കി 5 മിനിറ്റ് നിൻ്റെ ബിൽഡപ്പാണ്, വിഷ്വൽ നറേഷനാണ്, സിനിമയുടെ ഭാഷ ദൃശ്യഭാഷയാണ്. അപ്പോൾ അതുകൊണ്ട് നീ എല്ലാം കൂടി ഇതിനകത്ത് ഒരു 15 മിനിറ്റ് ഷോർട്ട് ഫിലിമിനകത്ത് പാട്ടും ഫൈറ്റും എല്ലാം കൂടി കുത്തിത്തിരിക്കുന്ന ചെല്ല. ഞാൻ പറഞ്ഞു അത് വേണ്ട. നിങ്ങൾ വളരെ ക്യൂട്ടായിട്ട് നിങ്ങൾക്ക് പറയാനുള്ള ഡിഫറൻ്റായിട്ട് പറയാനുള്ള ഒരു കഥ നിങ്ങൾ കണ്ടെത്തൂ. പലവട്ടം 1000 പേര് പറഞ്ഞത് നിങ്ങൾ വീണ്ടും എടുത്ത് പറയാൻ ശ്രമിച്ചാൽ ഒരു പക്ഷേ അതിന് വല്ലാത്തൊരു പഴമ ഫീൽ ചെയ്യും. പുതുതായി പറയാനുണ്ടാവുക. നമ്മുടെ ചുറ്റുപാടുകൾ നിരന്തരമായി വീക്ഷിക്കുക. അത് നാടകമാകട്ടെ, നോവലാകട്ടെ, സിനിമയാകട്ടെ, അത് വർത്തമാനകാലത്തിലാണ് സിനിമ ഉണ്ടാകുന്നത്. ഒരു 5 കൊല്ലം കഴിയുമ്പോൾ ആ സിനിമ നമുക്ക് കാണുമ്പോൾ നമുക്കത് ഇപ്പോൾ റാംജി റാവ് സ്പീക്കിംഗ് ഇന്ന് ചെയ്യാൻ പറ്റില്ല. കാരണം അതിനകത്ത് നമ്മൾ ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിച്ചതാണ്. ഞങ്ങൾ അരമണിക്കൂർ മുമ്പ് ഇറങ്ങി, വേണമെങ്കിൽ 1 മണിക്കൂറാക്കാം എന്ന് പറയണതൊക്കെ ഇന്നിപ്പോൾ അവൾ വിളിക്കുന്ന വീഡിയോ കോളിലായിരിക്കും. നിങ്ങൾ എവിടെ എത്തി എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഓഫീസിൽ നിന്ന് ഇറങ്ങിയില്ലേ എന്ന് ചോദിക്കുള്ളൂ. അപ്പോൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൻ്റെ സംഭവം പോയി. ഒരൊറ്റ ഫോൺ, ഒരു ലാൻഡ് ഫോണും അതിൻ്റെ അകത്ത് തെറ്റായി വന്നൊരു നമ്പറുമാണ് സിനിമയുടെ മെയിൻ കാതൽ. അത് ഇന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് സിനിമ വർത്തമാനമാണ്. അപ്പോൾ വർത്തമാനകാലത്തിലെ നമ്മുടെ സമൂഹത്തിൽ മാറി വന്ന നിയമങ്ങൾ, കുടുംബ വ്യവസ്ഥിതികൾ, ഇപ്പോഴുള്ള സിനിമകൾ നോക്കൂ, ഒരു ട്രാൻസ്ജെൻഡർ ക്യാരക്ടർ മിക്ക സിനിമയിലുണ്ട്. ഒരു 10 വർഷം മുമ്പ് നമുക്കത് ചിന്തിക്കാൻ പറ്റില്ല. പിന്നെ പെൺകുട്ടി വിവാഹിതരായി അവരൊരു കുടുംബജീവിതം നയിക്കുന്നു. ഇന്ന് പറയാം. ഒരാണുമാണ് വിവാഹിതരായി അവർ കപ്പിൾസായിട്ട് ജീവിക്കുന്നു. ഇന്ന് നമുക്ക് പറയാം. ഒരാൾ ഒരു ട്രാൻസ്ജെൻഡറിനെ വിവാഹം കഴിച്ചു, പറയാം. ഒരു ട്രാൻസ്ജെൻഡർ പോലീസ് ഉദ്യോഗസ്ഥ, പറയാം. അപ്പോൾ അത് വർത്തമാനകാലത്തിലുണ്ടായിട്ടുള്ള മാറ്റമാണ്. അപ്പോൾ അത് ഞാൻ കഴിഞ്ഞ ദിവസം ശ്രദ്ധിക്കുകയായിരുന്നു. എൻ്റെ മകൻ ഇന്ത്യൻ, അവൻ ഇപ്പോൾ ആഷിഖ് അബുൻ്റെ അസിസ്റ്റൻ്റാണ്, ഒരുപാട് സിനിമകൾ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം മോഹൻലാൽ എന്ന് പറഞ്ഞ ആക്ടറുടെ പഴയ സിനിമയിലെ ഡയലോഗും പുതിയ സിനിമയിലെ ഡയലോഗും ഇങ്ങനെ മാച്ച് ചെയ്ത് കാണുകയാണ്. അപ്പോൾ പഴയൊരു സിനിമ എടുക്കുമ്പോൾ തന്നെ ഒരു കാര്യം പറയാൻ വേണ്ടി വളരെ നെടുനീളൻ ഡയലോഗാണ് പറയണത്. അതേ മോഹൻലാൽ തന്നെ പുതിയ കാലത്ത് പറഞ്ഞേക്കണത് 2 ഡയലോഗ് പറഞ്ഞിട്ട് ടക്ക് ഒരു വെടി വെച്ച് പരിപാടി കഴിഞ്ഞു. മറ്റേത് 1.5 മണിക്കൂർ ബാലെ ഡയലോഗ് പറഞ്ഞിട്ടാണ് കാര്യത്തിലേക്ക് വന്നത്. അപ്പോൾ കാലം മാറിയപ്പോൾ ആ നടൻ തന്നെയാണ് അഭിനയിക്കുന്നത്, പക്ഷേ എഴുത്തിൻ്റെ രീതികളും പറയേണ്ട സംഭവങ്ങളും മാറി. അപ്പോൾ നിങ്ങളെപ്പോഴും ഒബ്സർവേഷൻ സജീവമായിട്ട് ഉണ്ടാവുക. മുഴുവനായി തിരക്കഥ പൂർത്തിയാക്കിയിട്ടേ നിങ്ങളതിൽ പ്രൊഡക്ഷനിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ. അപ്പോൾ എന്നാലും നിങ്ങൾക്ക് അതിൻ്റെ ആ ബഡ്ജറ്റിനകത്ത് അല്ലെങ്കിൽ ആ വിഷ്വലിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പ്രാധാന്യമുള്ളൂ. പിന്നെ എപ്പോഴും പുതിയ റൈറ്റേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, ഈ റൈറ്റേഴ്സിനുള്ളൊരു കുഴപ്പമുണ്ട്. ഇത് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ കണ്ട് ഞാൻ എൻ്റെ രക്തത്തിൽ മുക്കി എഴുതിയൊരു ഇതുമാണ്, ഇതുമ്മ തൊടാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുന്ന റൈറ്റേഴ്സ് ഉണ്ട്. ആ ഡയലോഗ് വെട്ടാൻ പറ്റില്ല. അതല്ല, അതായത് ഡയറക്ടറാണ് സിനിമ, ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പ് എന്ന് പറഞ്ഞ ഡയറക്ടറാണ്, അദ്ദേഹമാണ് അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്ന രീതിയിലേക്ക് ഒരു മാറ്റം ആവശ്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും റൈറ്റർ അത് മാറ്റി എഴുതി കൊടുക്കാൻ, അല്ലെങ്കിൽ ഇതൊരു ആക്ടർ പറയണം അത്രയും ഡയലോഗ് ഞാൻ പറയണോ, ഞാൻ എങ്ങനെ നിന്നിട്ട് ഞാൻ അങ്ങനെ നോക്കിയാൽ അത് രജിസ്റ്റർ ആവില്ലേ എന്ന് പറയുകയാണെങ്കിൽ അപ്പം വെട്ടുക എന്നുള്ളതാണ്. അയ്യോ അത് പറ്റില്ല, അത് ഡയലോഗ് മുഴുവൻ പറഞ്ഞേ പറ്റുള്ളൂ, ഞാൻ രക്തത്തിൽ മുക്കി എഴുതിയതാണ് എന്ന് പറയുന്ന നിർബന്ധങ്ങൾ പാടില്ല. ഇതൊരു ഫൈനൽ ഔട്ടാണ് നമ്മുടെ പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ അതിനെ നിരന്തരമായി, അത് സിനിമയുടെ തിരക്കഥാകൃത്തുക്കൾക്കും അത് ഒരു കവിക്ക് അതിൻ്റെ ആവശ്യമില്ല.
ഒരു നോവലിസ്റ്റിന് അതിൻ്റെ ആവശ്യമില്ല, ഒരു ചെറുകഥാകൃത്തിന് അതിൻ്റെ ആവശ്യമില്ല. സിനിമ തിരക്കഥാകൃത്ത് മിനിമം 2 പേരെങ്കിലും അനുസരിച്ചേ പറ്റൂ. ഒന്ന് സംവിധായകൻ, ഒന്ന് നിർമ്മാതാവിനെ. നിങ്ങൾ എഴുതിയേക്കണ ക്ലൈമാക്സ് ഉഗ്രനായിട്ടുണ്ട്, സൂപ്പറാണ്, പക്ഷെ നമ്മുടെ ബഡ്ജറ്റ് അത് താങ്ങൂല. അതുകൊണ്ട് അതിൻ്റെ ഇമ്പാക്റ്റ് വേണം, പക്ഷേ അത്രയും കോസ്റ്റ് മുടക്കാതെ ഒന്ന് മാറ്റി എഴുതി തരാമോ എന്ന് ചോദിച്ചാൽ പറ്റൂല എന്ന് പറഞ്ഞാൽ 2 വഴിയാണ്. ഒന്ന് പ്രൊഡ്യൂസർക്ക് ആ റൈറ്ററെ മാറ്റാം, അല്ലെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞിട്ട് വേറൊരാളെ കൊണ്ട് അത് തിരുത്തി എഴുതിപ്പിച്ച് അവർ ഷൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ആ പ്രൊഡ്യൂസർ പറഞ്ഞ പോലെ, അപ്പം നമുക്ക് പുതിയ ഐഡിയ വരണം, അതേ ഇമ്പാക്റ്റ് അത്രയും കാശ് മുടക്കാതെ എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം എന്ന് ആലോചിച്ച് അത് എഴുതി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അല്ലാതെ അവിടെ ബലം പിടിച്ചു കഴിഞ്ഞാൽ അവിടെ ക്ലാഷ് ഉണ്ടാവുള്ളൂ, അവിടെ സിനിമ ഉണ്ടാവില്ല. അതാണ് ഫ്ലെക്സിബിൾ ആയിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരുമിച്ച് ഉണ്ടാക്കുന്ന ഒരു സൃഷ്ടി ആയതുകൊണ്ട് ആ അഭിപ്രായങ്ങൾ കേൾക്കാനും അതനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്താനുള്ള ആ മനസ്സ് റൈറ്റർക്ക് പ്രത്യേകമായിട്ട് സിനിമയിൽ ഉണ്ടാകണം. അല്ലെങ്കിൽ ബലം പിടിച്ചു കഴിഞ്ഞാൽ സംവിധായകനായിട്ട് അടി നടക്കും എന്നുള്ളത് യാതൊരു സംശയമില്ല. സാർ, ഇപ്പം സാറിൻ്റെ ലൈഫ് തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ കലയെ ഡിപ്പെൻഡ് ചെയ്ത് ഒരു കലാകാരൻ, മൊത്തത്തിലൊരു കലാകാരനായി ജീവിച്ചൊരു വ്യക്തിയാണ്. അപ്പം ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നമ്മളെപ്പോലത്തെ ന്യൂജൻ പിള്ളേർക്കാണെങ്കിലും ഇപ്പം സിനിമ ഇഷ്ടപ്പെടുന്ന, സിനിമ പാഷനായി നടക്കുന്ന ഒരുപാട് പിള്ളേർക്ക് ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരാളാണ് സാർ. ഇനിയുള്ള സാറിൻ്റെ ഭാവി പ്ലാനും പ്രൊജക്റ്റുകളും കാര്യങ്ങളൊക്കെ എന്താണ്? ഇപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, അതെനിക്ക് എൻ്റെ മനസ്സിൽ ഫീൽ ചെയ്തത് ഗിരീഷ് പുത്തഞ്ചേരിയുടെ മരണത്തിൻ്റെ സമയത്താണ്. ഞങ്ങൾ കോഴിക്കോട് ഫെഫ്കയിലെ ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങളും ഗിരീഷിൻ്റെ ആ അന്ത്യ കർമ്മങ്ങളുടെ ഇതിനിവിടെ നിൽക്കുമ്പോൾ ഗിരീഷിൻ്റെ കയ്യിൽ എപ്പോഴും ഒരു ബുക്ക് ഉണ്ടാവുമായിരുന്നു, കൊച്ചു 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 പുസ്തകങ്ങളാണ്. അദ്ദേഹം പലയിടത്ത് വായിച്ചത്, ചിന്തിച്ചത്, അത് കോട്ട് ചെയ്യപ്പെട്ടത്, ഇതെല്ലാം അദ്ദേഹം പുസ്തകത്തിൽ ഇങ്ങനെ കുറിച്ച് വയ്ക്കും. അപ്പോൾ ഒരു ദിവസം ഞാൻ ചോദിച്ചു, എൻ്റെ ഒരു പടത്തിന് പാട്ട് എഴുതാൻ വേണ്ടി വന്നു, ഞാൻ ഇതെന്താണ്? അപ്പോൾ അദ്ദേഹം പറയാണ്, നമ്മളിപ്പോൾ ഒരു പടത്തിന് പാട്ട് എഴുതാൻ പോവുകയാണ്. അപ്പോൾ റൈറ്റർ പറയാണ്, ഇതൊരു ആന ജ്യോത്സ്യൻ്റെ കഥയാണ്. ആന ജ്യോത്സ്യൻ തൻ്റെ പ്രിയപ്പെട്ട ആനയെ ഒരു വലിയൊരു രോഗം വന്നിട്ട് ചികിത്സിക്കുകയാണ്. ചികിത്സിക്കുമ്പോൾ ആ മരുന്നുകളും ആ ചികിത്സാ രീതിയും എല്ലാം ചേർന്നിട്ടുള്ള ഒരു പാട്ടാണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ, ഇതിനെക്കുറിച്ച് സാമാന്യമായ ബോധമില്ലാത്ത ഒരാൾക്ക് അതിനെക്കുറിച്ച് എഴുതാൻ പറ്റില്ല. അപ്പോൾ വൈദ്യമുണ്ട്, അതുപോലെ ജ്യോതിഷമുണ്ട്, ശാസ്ത്രമുണ്ട്, പോയട്രി ഉണ്ട്, എല്ലാം അദ്ദേഹം എങ്ങനെ ചേർത്ത് വയ്ക്കും. അദ്ദേഹം വളരെ ചെറുപ്രായത്തിൽ തന്നെ നമ്മളെ വിട്ടുപോയി. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഗിരീഷ് ഇത്ര കാലം കൊണ്ട് ആർജിച്ചെടുത്ത ആ അറിവുകൾ അദ്ദേഹത്തിൻ്റെ ബ്രെയിനിലുണ്ട്. ഇതൊന്ന് കോപ്പി ചെയ്ത് വെക്കാൻ പറ്റിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ മരണത്തോടെ ആ ബ്രെയിൻ ഡെഡാവുന്നതോടുകൂടി അദ്ദേഹം ഈ ജീവിതം കൊണ്ട് നേടിയെടുത്ത അറിവ് മുഴുവൻ ആർക്കും ഉപകാരമില്ലാതെ ആയിപ്പോയി. അപ്പം അതിന് ഞാൻ കണ്ടെത്തിയ മാർഗം അറിയാവുന്നത് മറ്റുള്ളവരോട് നിരന്തരമായി പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും, ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അപ്പം ഇങ്ങനെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ എന്ന് പറയണത് എനിക്കുള്ളത്, ഞാൻ ആർജിച്ചെടുത്തത് എൻ്റെ മക്കളിലേക്കും അല്ലെങ്കിൽ എൻ്റെ അടുത്ത് പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾക്കും നിരന്തരമായി പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അത് അടുത്ത ആളിലേക്ക് പകരപ്പെടുകയാണ്, അത് എൻ്റെ മരണത്തോടുകൂടി നഷ്ടമാവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ പഠന മേഖല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മുമ്പ് ടീച്ചറാകണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ്, പക്ഷെ അതായില്ല. അപ്പോൾ അതുകൊണ്ട് അക്കാഡമികളിൽ പുതിയതായി സിനിമ പഠിക്കാൻ വേണ്ടി വരുന്ന അത് ചിലപ്പോൾ ഒരുപക്ഷെ പുതിയ തലമുറ നമ്മളോട് വിയോജിക്കും. അപ്പോൾ എന്തുകൊണ്ട് വിയോജിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ എന്തുകൊണ്ടത് പറഞ്ഞു എന്നുള്ളത് നമ്മൾ അങ്ങോട്ട് പറയുക. അപ്പോൾ അത് ഒരു അറിവുള്ള തലമുറയെ, ഇപ്പോൾ അതുൽ പറഞ്ഞ പോലെ ശിവപ്രസാദ് സാറിനെ പോലുള്ള ഒരു ഗുരുനാഥൻ്റെ അടുത്തൊക്കെ പഠിക്കാൻ പറ്റിയതൊരു ഭാഗ്യമായി കരുതുന്നു. ഈ അറിവുള്ളവൻ്റെ അടുത്തിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ ഞങ്ങൾ ജോൺ പോൾ അങ്കിൾ, നമ്മളെ വിട്ടുപോയ ജോൺ പോൾ അങ്കിൾ എന്നാണ് ഞങ്ങൾ വിളിക്കുക. ജോൺ പോൾ അങ്കിളിനൊക്കെ കിട്ടുമ്പോൾ ഞങ്ങളിങ്ങനെ അദ്ദേഹത്തോട് ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അദ്ദേഹത്തിൽ നിന്ന് കിട്ടാവുന്നതൊക്കെ ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ടെടുക്കും. കാരണം വെച്ചാൽ അത് നമ്മൾ ചോദിക്കുമ്പോഴേ അത് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ നമ്മളൊരു പ്ലെയിൻ സ്ലേറ്റായിട്ട് നിൽക്കാതെ എല്ലാം നമ്മൾ കിട്ടുന്നതൊക്കെ ശേഖരിക്കുക. അപ്പോൾ അങ്ങനൊരു സന്ദർഭത്തിൽ എങ്ങനെയായിരിക്കും അയാൾ പറഞ്ഞിട്ടുണ്ടാവുക എന്ന് നമ്മൾ ചിന്തിക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ജീവിത അനുഭവം ഇല്ല എന്നുണ്ടെങ്കിൽ, അയ്യോ അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്ന് പെട്ടെന്ന് ആലോചിച്ച് നോക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു ലൈഫ് ഉണ്ടായിട്ടില്ല,
അവിടെ നിൻ്റെ ജീവിതത്തിൽ എന്തായിരിക്കും അയാൾ അങ്ങനെ മറുപടി പറയണത്? അപ്പോൾ സിനിമകൾ സാധാരണ കേൾക്കാറുള്ള ക്ലീഷേ ഡയലോഗ് ചിലപ്പോൾ നമ്മൾ അവിടെ എഴുതി വെച്ച് കളയും. അല്ല, അങ്ങനെ ഒന്നും അയാൾ പറയൂല എന്ന് ചിന്തിക്കണമെങ്കിൽ അനുഭവങ്ങളിലൂടെ നമുക്കത് കിട്ടും. അത് വായനയിലൂടെ കിട്ടും. ഞാൻ എപ്പോഴും ഈ ഓട്ടോബയോഗ്രഫികൾ വായിക്കാൻ വിദ്യാർത്ഥികളോട് പറയാറുണ്ട്. കാരണം നമ്മളൊരു 30 വർഷം ജീവിച്ചു, അല്ലെങ്കിൽ 60 വർഷം ജീവിച്ചു. നമ്മുടെ ജീവിതയാത്ര കൊണ്ട് നമ്മൾ നേടിയെടുക്കാൻ പറ്റുന്ന അറിവിനൊരു പരിധിയുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ഡെസ്റ്റോവ്സ്കിയുടെ ലൈഫ് വായിക്കുന്നു, അല്ലെങ്കിൽ രജനീകാന്തിൻ്റെ ജീവിതം വായിക്കുന്നു, ചാർലി ചാപ്ലിൻ്റെ വായിക്കുന്നു, സഖാവ് AKGയുടെ ജീവിതം വായിക്കുന്നു. അപ്പോൾ നമ്മൾ ആലോചിക്കുന്നു, ഡെസ്റ്റോവ്സ്കി ഇത്രയും 30-40 വയസ്സ് ജീവിച്ചൊരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇതിന് മാത്രം അനുഭവങ്ങളോ, ഭയങ്കരം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്നുള്ള അറിവ് നമുക്ക് കിട്ടാണ്. നമ്മുടെ ഒരു വായന കൊണ്ട് ഒരു മനുഷ്യന് ഇങ്ങനെയും സംഭവിക്കാം. ഡെസ്റ്റോവ്സ്കിനെയും പോലെ കുറേ ആളുകളെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടി നിരത്തി നിർത്തിയിരിക്കുകയാണ്. സർ ചക്രവർത്തിക്കെതിരായിട്ട് എന്തോ പറഞ്ഞു. അങ്ങനെ ഡെസ്റ്റോവ്സ്കി നോക്കുമ്പോൾ വെടിവെക്കുന്നു, ഒരുത്തം മരിക്കുന്നു, വെടിവെക്കുന്നു, ഒരുത്തം മരിക്കുന്നു. അപ്പോൾ മരണത്തിന് തൊട്ട് മുമ്പ് മനുഷ്യരുണ്ടാകുന്ന വ്യത്യസ്തമായ അനുഭവങ്ങൾ. ഒരുത്തൻ ഇങ്ങനെ നിസ്സംഗനായി നിൽക്കുകയാണ്, ഒന്നുമില്ല, എല്ലാം പോയി, ഇപ്പം മരിക്കാൻ പോവാണ്. വേറൊരുത്തന് ഭ്രാന്തായിപ്പോയി. വേറൊരുത്തൻ സാർ ഞാൻ എവിടെ വേണമെങ്കിലും ഒപ്പിട്ട് തരാം സാറേ, ഞാൻ ഒരിക്കലും ചെയ്യില്ല സാറേ, എൻ്റെ കൊല്ലരുത് സാർ, കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം മരണം മുമ്പിൽ കാണുമ്പോൾ ഓരോ മനുഷ്യനും അഭിമുഖീകരിക്കുന്ന ഓരോ രീതിയിലാണ്. തൊട്ടപ്പുറത്ത് ഡെസ്റ്റോവ്സ്കിയുടെ തൊട്ടപ്പുറത്തെ ആളുടെ അതിൻ്റെ അപ്പുറത്തെ ആളെ കൊന്ന് കഴിയുമ്പോഴാണ് കുതിരപ്പുറത്തൊരു വെള്ള തുണിയിൽ ഒരു ദൂതം വന്നിട്ട് പറയാണ്, വധശിക്ഷ നിർത്തലാക്കിയിട്ടുണ്ട്, ഇവരെ സൈബീരിയൻ ജയിലിലേക്ക് അയക്കാൻ തീരുമാനമായി. പിന്നെ മരണത്തിൽ നിന്ന് ജസ്റ്റ് എസ്കേപ്പ്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഇതെല്ലാം വന്നിട്ട് അത് നമ്മളത് വായിക്കുമ്പോൾ എൻ്റെ ദൈവമേ, മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് എന്താണ്. അപ്പോൾ ഓട്ടോബയോഗ്രഫീസ് വായിക്കാൻ നമുക്ക് കുറേ മനുഷ്യന്മാരുടെ ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോകും. നാളെ നമ്മളൊരു കഥാപാത്രത്തെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അയാളുടെ ജീവിതങ്ങളെയൊക്കെ നമ്മുടെ കഥാപാത്രത്തിലേക്ക്, നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും ഈ ജീവിതങ്ങളെ നമ്മുടെ കഥാപാത്രത്തിലേക്ക് സമന്വയിപ്പിക്കാനൊക്കെ നമുക്ക് ഭയങ്കര രസമായിട്ട് പറ്റും. ആഡ് ചെയ്ത് അതിനെ കരുത്തുറ്റതാക്കാനൊക്കെ നമുക്ക് പറ്റും. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഈ പല സിനിമകളും ആൾക്കാരെ മനസ്സിൽ നിൽക്കാത്തതെന്ന് വെച്ചാൽ ക്യാരക്ടർ ബയോഗ്രഫി എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട് ഈ സ്ക്രീൻ പ്ലേ നമ്മൾ പഠിപ്പിക്കുമ്പോൾ. അത് സ്ക്രീൻ പ്ലേ റൈറ്റിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അത്ര ആഴത്തിൽ വേണം. കഥാപാത്രം എന്ന് പറഞ്ഞത് കഥയെ മുന്നോട്ട് നയിക്കുന്ന കരുവാണ്. അതിൻ്റെ രചനയിൽ പാളിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾ എത്ര ബ്രഹ്മാണ്ഡമായിട്ട് എടുത്തു എന്ന് പറഞ്ഞാലും സിനിമ നിൽക്കില്ല. ആ സ്ക്രിപ്റ്റിലെ ക്യാരക്ടറാണ് ആളുകളെ മനസ്സിനെ സ്പർശിക്കുന്നത്. അതിനെ കൊത്തിയെടുക്കാനുള്ള റൈറ്ററുടെ കഴിവാണ് എപ്പോഴും മികച്ച് നിൽക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അനുഭവമുള്ളവരോടൊപ്പം നിൽക്കുക. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എൻ്റെ ഭാവി പരിപാടികളെന്ന് പറഞ്ഞാൽ ഞാനൊരു സിനിമ അനൗൺസ് ചെയ്ത്, നരി എന്ന് പറഞ്ഞ സിനിമ അനൗൺസ് ചെയ്ത് എൻ്റെ 3 പാട്ടൊക്കെ റെക്കോർഡ് ചെയ്ത് എല്ലാം ചെയ്തതാണ്. പക്ഷെ അപ്പോഴാണ് കോവിഡ് വന്നത്. കോവിഡ് വന്ന് പിന്നെ പ്രളയം വന്ന് അത് സ്റ്റക്കായിപ്പോയി. ആ സിനിമ എനിക്ക് ഉടൻ തന്നെ ചെയ്യണമെന്നുണ്ട്. പിന്നെ ഒരു മ്യൂസിക്കൽ മർഡർ മിസ്റ്ററി ഫുൾ സ്ക്രിപ്റ്റ് എഴുതി വെച്ചേക്കണം. അത് ഓൾറെഡി നടക്കേണ്ട ഒരു പ്രോജക്റ്റാണ്. സുരേഷ് ഗോപിയായിട്ട് സംസാരിച്ച് സുരേഷ് ഏട്ടൻ സ്ക്രിപ്റ്റ് വായിച്ചാൽ ഉടനെ എനിക്ക് ഡേറ്റ് തന്നാണ്. പക്ഷെ അത് നിർമ്മാതാവുമായിട്ടുള്ള ടേംസ് സംസാരിച്ചപ്പോൾ അത് വർക്കൗട്ടായില്ല. അതുകൊണ്ട് അങ്ങനെ നീങ്ങിപ്പോയതാണ്. അപ്പോൾ അതുകൊണ്ടൊരു ഡയറക്ഷൻ പ്രോജക്റ്റ് ഇമ്മീഡിയറ്റ് ചെയ്യണമെന്ന ആഗ്രഹമുണ്ട്. ഒപ്പം എനിക്ക് ബൈബിളിൽ പറഞ്ഞ പോലെ ദാനമായി ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുണ്ട് എന്ന് ചോദിക്കുന്ന പോലെ ഇതൊക്കെ എനിക്ക് ദാനമായിട്ട് കിട്ടിയതാണ്. അത് അർഹിക്കുന്ന കൈകളിലേക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് ഇനിയുള്ള കാലം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അൽക്കോർ മീഡിയ അക്കാഡമി പോലെയൊക്കെയുള്ള അക്കാഡമികളിൽ നിന്നുകൊണ്ട് പുതിയതായി സിനിമ പഠിക്കണം എന്ന് ആഗ്രഹിച്ച് വരുന്ന അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇനി എൻ്റെ ജീവിതത്തിൻ്റെ ഇനിയുള്ള ഓവറുകളിൽ ചെയ്യാൻ ഞാൻ ആലോചിക്കുന്നത്. അപ്പം ഈ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് സിനിമയുടെ പിന്നാമ്പുറവും പ്രൊഡക്ഷനും എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് അതിൻ്റെ ഫ്യൂച്ചറും പാസ്റ്റുകളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്കൊരു അറിവ് പകർന്നു തന്ന സാറിന് ഒരുപാട് നന്ദി. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്.